ഹായ് മക്കളെ, കിങ്സ് ഇലവൻ ബാച്ചിൻ്റെ ആദ്യത്തെ നീറ്റ് GIB നമ്മൾ എഴുതി. അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. കെമിസ്ട്രിയുടെ ചോദ്യങ്ങളുടെ ആൻസർ എന്തായിരുന്നു നോക്കാം. സോ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മക്കളെ, ആദ്യത്തെ ചോദ്യം: If the atomic mass of sodium is 23, the number of moles in 92 gram of sodium is. ഡയറക്റ്റ് ചോദ്യമാണ്, നമ്പർ ഓഫ് മോൾസ് കാണാനാണ്. മാസ് ആൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാണണം. എങ്ങനെയാണ് മക്കളെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാം? മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോഡിയത്തിൻ്റെ ഗിവൺ മാസ് 92 ഗ്രാം ആണെന്ന് ചോദ്യത്തിലുണ്ട്. മോളാർ മാസ് 23 ആണ്, അഥവാ അറ്റോമിക് മാസ് 23 ആണെന്ന് പറയുന്നുണ്ട്. 92/23 4 ആണ് എന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ, അല്ലേ? ഡൗട്ടുകളൊന്നുമില്ല, അല്ല, കാരണം സിമ്പിൾ ചോദ്യമായിരുന്നു, സിമ്പിൾ ഉത്തരവാണ് അതിന്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: എ ഫോട്ടോൺ ഓഫ് 300 നാനോമീറ്റർ ഇസ് അബ്സോർബ്ഡ് ബൈ എ ഗ്യാസ് ആൻഡ് എമിറ്റ്സ് 2 ഫോട്ടോൺസ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോൺ ഉണ്ട്. ഈ ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്? 300 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് 2 റേഡിയേഷൻസ് ആക്കി പുറത്തേക്ക് വിടണം. 2 റേഡിയേഷൻസ് ആക്കി പുറത്തേക്ക് വിടണം. അതിൽ ഒരാളുടെ വേവ് ലെങ്ത് 496 നാനോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആളുടെ വേവ് ലെങ്ത് എത്ര നാനോമീറ്റർ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഈ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി നമ്മൾ ഡയറക്റ്റ് ആയി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി E ആണെങ്കിൽ ഈ പുറത്തേക്ക് വിടുന്ന 2 റേഡിയേഷനുകളുടെ എനർജികൾ E1 E2 ആണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എഴുതാം അബ്സോർബ് ചെയ്ത റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്ത 2 റേഡിയേഷനുകളുടെ എനർജികളുടെ സം ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hc/λ. അപ്പോൾ ഇക്ക് പകരം hc/λ എന്ന് എടുക്കാം. E1 പകരോ hc/λ1 എന്ന് എടുക്കാം. ആൻഡ് E2 പകരം നമുക്ക് എന്ത് ചെയ്യാം? hc/λ2 എന്ന് എടുക്കാം. സെറ്റ് അല്ലേ? ഓക്കേടാ മക്കളെ, യാ. അതായത് hc കോമൺ ആണ് അല്ലേ? അപ്പോൾ hc ക്യാൻസൽ ആയി പോകും. അതായത് 1/λ ഈസ് ഈക്വൽ ടു 1/λ1 പ്ലസ് 1/λ2. അപ്പോൾ ഈ 300 നാനോമീറ്റർ എന്നുള്ളത് ലാംഡ ആയിട്ടും 496 λ1 ആയിട്ടും കണ്ടുപിടിക്കേണ്ടതിന് λ2 ആയിട്ട് നമ്മൾ എടുത്താൽ λ2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മൈ ഡിയേഴ്സ്, എങ്ങനെ നമ്മൾ കാണുക? 1/300 ഈസ് ഈക്വൽ ടു 1/496 മൈനസ് 1/λ2. ഇങ്ങനെയാണ് നമുക്കിത് കാണാൻ വേണ്ടി പറ്റുക, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ λ2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. സോ മക്കളെ, 1/λ2 ഈസ് ഈക്വൽ ടു 1/300 മൈനസ് 1/496 അല്ലേ? അതായത് 1/λ2 ഈസ് ഈക്വൽ ടു 496 മൈനസ് 300/300 ഇൻറ്റു 496. നമുക്ക് λ2 അല്ലേ വേണ്ടത്? അപ്പോൾ 1/λ2 തല തിരിച്ച് എഴുതിയാൽ, റെസിപ്രോക്കൽ എഴുതിയാൽ λ2 ആയല്ലോ മക്കളെ. അപ്പോൾ λ2 ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 496/496 മൈനസ് 300. അതായത് 300 ഇൻറ്റു 496/496 മൈനസ് 300 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഇറ്റ് ഇസ് 196. റെഡി അല്ലേ? 196. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് പോകാം. 196ഉം 496ഉം 4 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 196ൽ 49 ടൈംസ് ആണെങ്കിൽ 496ൽ 124 ടൈംസ് ആണ് 4 പോകുക. 4 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത്, അത് ഓർമ്മയുണ്ടാവണേ, 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കേടാ മക്കളെ, ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണേടാ, മക്കൾ ശ്രദ്ധിക്കണേ. 49ഉം 300ഉം ക്യാൻസൽ ചെയ്താൽ 49 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 50 ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ 49 അപ്രോക്സിമേറ്റ്ലി 50 ആയിട്ട് എടുത്താൽ 50ഉം 300ഉം ക്യാൻസൽ ചെയ്താൽ 300ൽ 6 ടൈംസ് ആണ് 50 ഉണ്ടാക്കുക. അപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ആൻസർ ഇപ്പോൾ എത്രയാണ് വരുന്നത്? 6 ഇൻറ്റു 124 ആണ് വരിക. 6 ഇൻറ്റു 124 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 744 നാനോമീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പോൾ തന്നിരിക്കുന്നതിൽ 744ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ അതെന്താ നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടാതിരുന്നത്? 759 എന്നുള്ള കറക്റ്റ് ആൻസർ എന്താ കിട്ടാതിരുന്നത്? 744 കിട്ടിയത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ 49നെ 50 ആയി അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ ക്യാൻസൽ ചെയ്തേ. അതുകൊണ്ടാണ് നമുക്ക് അപ്രോക്സിമേറ്റ് കിട്ടിയത് കേട്ടോ. കുഴപ്പമില്ല, അപ്രോക്സിമേറ്റ് ചെയ്താൽ മതി. കാരണം ഓപ്ഷൻസിലെ വാല്യൂസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ കിട്ടുന്ന ആൻസറിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി എൻ്റെ മക്കൾ. 759 ഈസ് ദി റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ മക്കളെ? ഡൗട്ട് ഒന്നുമില്ല അല്ല? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മുന്നോട്ട് പോകാമല്ലോ എനിക്ക്? ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടാകുക? ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് നമുക്ക് എല്ലാറ്റിലും മാസ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഇത് വെച്ച് നമുക്ക് ഓരോ കേസിലും ആറ്റങ്ങളുടെ എണ്ണം ഒന്ന് നോക്കിയാലോ? മക്കളെ ആദ്യത്തെ കേസ് എടുത്തേ. 1 gram ബ്യൂട്ടൈൻ. അപ്പോൾ ഗിവൺ മാസ് ഇസ് 1. മോളാർ മാസ് ഓഫ് ബ്യൂട്ടൈൻ C4H10 അല്ലേ മക്കളെ? 58 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി 4 കാർബണും 10 ഹൈഡ്രജനും അടക്കം 14 ആറ്റങ്ങളുണ്ട്. അറ്റോമിസിറ്റി 14. സോ ഇതെൻ്റെ മക്കൾ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എത്ര കിട്ടുക? 14/58 എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ? അപ്രോക്സിമേറ്റ്ലി 1/4 ആണ്. അപ്രോക്സിമേറ്റ് ആൻസർ ആണ്. 14/58 അപ്രോക്സിമേറ്റ്ലി 1/4 ആണ് കേട്ടോ. സോ 1/4 ഇൻറ്റു NA അല്ലെങ്കിൽ NA/4 അപ്രോക്സിമേറ്റ്ലി ആണ് മക്കളെ. 4 പോയിന്റ് സംതിങ് വരും. അപ്രോക്സിമേറ്റ്ലി 4 NA/4. NA എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അടുത്തതിലേക്ക് വാ. എന്താ പറയുന്നത്? 1 gram നൈട്രജൻ ആണ്, N2 ആണ്. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി 2/28 എന്ന് പറയുന്നത് 14 അല്ലേ മക്കളെ? ആണ്. അപ്പോൾ NA/14 എന്നാണ് കിട്ടുക. NA/14. അടുത്തതിലേക്ക് വാ. എന്താ അടുത്തതിൽ പറയുന്നതാ മക്കളെ? 1 gram സിൽവർ. സോ 1 സിൽവറിന്റെ അറ്റോമിക് മാസ് എത്രയാ? 108 ആണ്. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി 1. കാരണം മെറ്റലുകളെല്ലാം അറ്റോമിസിറ്റി 1 ആയിട്ടാണല്ലോ നമ്മൾ എടുക്കുക. സോ NA/108. ആൻഡ് ഫൈനലി മക്കളെ 1 gram വാട്ടർ. സോ 1 മോളാർ മാസ് ഓഫ് വാട്ടർ ഇസ് 18 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. വാട്ടറിൽ 3 ആറ്റം അല്ലേ ഉള്ളത്? അറ്റോമിസിറ്റി 3. സോ 3/18 എന്ന് പറയുന്നത് മക്കൾ എത്രയാണ്? 1/6 അല്ലേ? അപ്പോൾ അവോഗാഡ്രോ നമ്പർ ബൈ 6. മക്കൾ അപ്പോൾ ഇതിൽ എല്ലാം ഫ്രാക്ഷൻ ആണല്ലേ? ഏതിലാണ് ഹയസ്റ്റ് വാല്യൂ കിട്ടുക? ഏതിലാണോ സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ ഉള്ളത് അതാണ് ഹയസ്റ്റ് വാല്യൂ. ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 108 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 14 ആണ്. ഇവിടെ 6 ആണ്. ഏതിലാണ് സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ? അത് ഓപ്ഷൻ എയിലാണ്. സോ ഓപ്ഷൻ എയിലാണ്, ഓപ്ഷൻ 1 മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകുക. ബിക്കോസ് ഡിനോമിനേറ്റർ ഇസ് വെരി സ്മോൾ. കാരണം എല്ലാം ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണെ. നോക്കൂ. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻസ് വുഡ് എ ഹൈഡ്രജൻ ആറ്റം അബ്സോർബ് എ ഫോട്ടോൺ വിത്ത് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എനർജി ലെവലിൽ നിന്ന് ഹൈ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. 2, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത്തും എനർജിയും ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പൊ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം എനർജിയാണ് വേണ്ടത്. ഇനി നമുക്കറിയാം മക്കളെ, നമ്മുടെ എൻ വാല്യൂ കൂടുന്തോറും ഡെൽറ്റ ഇ കുറയും എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ അകലേക്ക് പോകുന്തോറും ഷെല്ലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറയും. ശരിയല്ലേ? അപ്പോൾ 1-നും 2-നും ഇടയിലാണോ, 5-നും 6-നും ഇടയിലാണോ, 3-നും 2-നും? ഞാൻ കാര്യം പറയട്ടെ മക്കളെ, ഇത് രണ്ടും ഒരിക്കലും നിങ്ങളുടെ ആൻസർ ആവില്ല. കാരണം എന്താ അറിയോ? 3-ന്ന് 2-ലേക്ക്, ഹയർന്ന് ലോവറിലേക്കാണ്. അപ്പോൾ അവിടെ എമിഷനാണ് നടക്കുക, അബ്സോർപ്ഷൻ അല്ല. റെഡി മക്കളെ? 7-ന്ന് 6-ലേക്ക്, ഹയർന്ന് ലോവറിലേക്കാണ്. അപ്പോൾ അവിടെ എമിഷനാണ് നടക്കുക, അബ്സോർപ്ഷൻ അല്ല. അപ്പോൾ ഇത് രണ്ടും ആൻസർ ആവില്ല എന്ന് നേരത്തെ നമുക്ക് പറയാം. എയ്തർ ദിസ് ഓർ ദിസ്. ശരിയല്ലേ? ഇനി അത് 1-ന്ന് 2-ലേക്ക് വരുമ്പോഴാണോ 5-ന്ന് 6-ലേക്ക് വരുമ്പോഴാണോ മോർ എനർജി ഡിഫറൻസ് വരിക? മക്കളെ, എൻ വാല്യൂ കൂടുന്തോറും എനർജി ഡിഫറൻസ് കുറയുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ന്യൂക്ലിയസിന് അകലേക്ക് പോകുന്തോറും ഷെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻസ് കുറയും, എനർജി ഡിഫറൻസ് കുറയും. അപ്പോൾ എനർജി ഡിഫറൻസ് ഏറ്റവും കുറവ് എവിടെയാ? 3-ലാ. 5-നും 6-നും ഇടയിലാ. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. എൻ വാല്യൂ കൂടുമ്പോൾ ഡെൽറ്റ ഇ കുറയുമെന്ന് ഓർത്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ചോദ്യമായിരുന്നു അത്. മക്കളെ ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അത് ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്ന ആ ചോദ്യം. ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5-ാമത്തെ ചോദ്യം. എ സാമ്പിൾ ഓഫ് അലൂമിനിയം ഹാസ് എ മാസ് ഓഫ് 54 gram. വാട്ട് ഈസ് എ മാസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് മെഗ്നീഷ്യം ആറ്റംസ്? മക്കളെ, അലൂമിനിയം ആണെങ്കിലും മെഗ്നീഷ്യം ആണെങ്കിലും മോണോഅറ്റോമിക് ആണ്. അപ്പം രണ്ടുപേരുടെയും
നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവരുടെ നമ്പർ ഓഫ് മോൾസിന്റെ അതേപോലെ തന്നെ ആയിരിക്കും. അതായത് ശ്രദ്ധിക്കണേ, രണ്ടുപേരും മോണോഅറ്റോമിക് ആയതുകൊണ്ടാണ് ബോത്ത് ദി ആറ്റംസ് ആർ മോണോഅറ്റോമിക്. രണ്ടുപേരും മോണോഅറ്റോമിക് ആണ്. അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്ന കാര്യം എന്താടാ? നമുക്ക് പറയാവുന്ന കാര്യം നമ്പർ ഓഫ് അലൂമിനിയം ആറ്റം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെഗ്നീഷ്യം ആറ്റത്തിന് ഈക്വൽ ആകണം എന്നാണല്ലോ പറയുന്നത്. സെയിം നമ്പർ ഓഫ് മെഗ്നീഷ്യം ആറ്റം കിട്ടണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെ ആറ്റങ്ങൾ ഈക്വൽ ആകണം. രണ്ടുപേരുടെ ആറ്റങ്ങൾ ഈക്വൽ ആകണമെങ്കിൽ മക്കളെ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയാൽ പോരെ? മതി സർ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയാൽ മതി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാണുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഓഫ് അലൂമിനിയം ബൈ മോളാർ മാസ് ഓഫ് അലൂമിനിയം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് മെഗ്നീഷ്യം ബൈ മോളാർ മാസ് ഓഫ് മെഗ്നീഷ്യം ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മക്കളെ. ഗിവൺ മാസ് ഓഫ് അലൂമിനിയം ഇസ് 54, 54 ബൈ മോളാർ മാസ് ഇസ് 27 എന്ന ചോദ്യത്തിലുണ്ട്, ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് മെഗ്നീഷ്യം ആണ് കാണേണ്ടത്. മെഗ്നീഷ്യത്തിന്റെ മാസ് എത്രയാണെന്നാ ചോദ്യം, കണ്ടോ? മാസ് ഓഫ് ദ സെയിം നമ്പർ, മാസ് ആണ് കാണേണ്ടത് മെഗ്നീഷ്യത്തിന്റെ, ബൈ മോളാർ മാസ് ഇസ് 24. റെഡി അല്ലേ മക്കളെ? അപ്പൊ ഗിവൺ മാസ് ഓഫ് മെഗ്നീഷ്യം അല്ലെങ്കിൽ മാസ് ഓഫ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് 54/27 × 24 ആണ്. ഇനി നമുക്കറിയാം 27ഉം 54ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പൊ 2 × 24 എന്ന് പറയുന്നത് 58 ഗ്രാം എന്ന ആൻസർ കിട്ടും. ഐ മീൻ 48 ഗ്രാം എന്ന ആൻസർ കിട്ടും. 58 അല്ല, 2 × 24 48 ഗ്രാം എന്ന ആൻസർ കിട്ടും. എൻ്റെ മക്കൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആണല്ലോ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അല്ലേ മക്കളെ? ആർക്കും പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണല്ലോ? ഓക്കേടാ, അടുത്ത ചോദ്യം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്? ഏതാണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് നമുക്കറിയാം. റെഡി അല്ലേ മക്കളെ? എനർജിയും ഫ്രീക്വൻസിയും E ഈസ് ഈക്വൽ ടു h ആണ്. അപ്പൊ എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതല്ല ആൻസർ. വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡും തമ്മിൽ ബന്ധമില്ല. പക്ഷെ എനർജിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. E ഈസ് ഈക്വൽ ടു hc/λ. സോ മക്കളെ എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വളരെ ഈസി ആയൊരു ചോദ്യമായിരുന്നു, ഡയറക്റ്റ് ചോദ്യമായിരുന്നു മക്കളെ. 2 ഈസ് റൈറ്റ് ആൻസർ എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 7ാമത്തെ ചോദ്യം നോക്കൂ. ദ വെയിറ്റ് ഓഫ് എ മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് എങ്ങനെയാണ്? ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് കാണാം മക്കളെ. എങ്ങനെയാ ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് കാണാം മക്കളെ? ശ്രദ്ധിക്കുക, മാസ് ഓഫ് എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ആണ്. മോളാർ മാസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളുകളുടെ മാസിനെയാണല്ലോ മോളാർ മാസ് എന്ന് പറയാം. അപ്പൊ മോളാർ മാസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് 1 മോളിക്യൂൾ കിട്ടും. മോളാർ മാസ് എത്രയാ? അയ്യോ സാർ ചോദ്യത്തിലില്ല. ചോദ്യത്തിൽ വേണ്ട, കാരണം മോളിക്കുലാർ ഫോർമുല ഉണ്ടല്ലോ. 60 കാർബൺ, 60 × 12 എത്രയാ മക്കളെ? 720. മക്കളെ 22 ഹൈഡ്രജൻ, 22 × 1 എത്രയാ മക്കളെ? 22. അപ്പൊ മോളാർ മാസ് എത്രയാ? 744 എന്ന് കിട്ടും. സോ 744 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ഇസ് 6.023 ആണ്. പക്ഷെ 6 എടുത്താൽ മതി. അപ്രോക്സിമേറ്റ്ലി 6 × 10⁻23. 744നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 742 അല്ലേ മക്കളെ വരുന്നത്? നോക്കൂ, 744 അല്ല കേട്ടോ, 744 അല്ല, 742 ആണ്. കണക്ക് കൂട്ടിയാലും മിസ്റ്റേക്ക് ആണ് കേട്ടോ. 742 ആണ്. 742/6 നമുക്കൊന്ന് ചെയ്തു നോക്കാം. 742/6 എടുത്താൽ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. 7ൽ 6 ഒരു തവണ, ബാക്കി 1. 14ൽ 6 2 തവണ, 12 വരുള്ളൂ, ബാക്കി 2. 22ൽ 6 മക്കളെ എത്ര തവണയാടാ? 3 തവണ. 18 വരുള്ളൂ, ബാക്കി 4. 40ൽ 6 എത്ര തവണയാ മക്കളെ? 8 തവണ. ശരിയല്ലേ? 8 തവണ അല്ല, 5 തവണ. 5 6 30, 6 6 36, 6 തവണ. അപ്പൊ 126.3 ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 123.6 × 10⁻23 മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻23 ആകും. പക്ഷെ നമ്മുടെ ആൻസറിൽ 1.23 ആണുള്ളത്. അപ്പോൾ 1.23ലേക്ക് മാറ്റുമ്പോൾ മക്കളെ 10⁻⁻21 ആകും. കാരണം 2 പൊസിഷൻ മാറ്റി പോയിന്റ് ഇടുമ്പോൾ 1.23 × 10⁻⁻21 ഗ്രാം. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ മക്കൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ മക്കളെ അല്ലേ? നേരെ മുന്നോട്ട് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ആർ യു റെഡി? മക്കളെ 8ാമത്തെ ചോദ്യം. വിച്ച് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ എ ഹൈഡ്രജൻ ആറ്റം റിലീസസ് ദ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി? മക്കളെ
ഏറ്റവും കൂടുതൽ എനർജി പുറത്തേക്ക് വിടുന്നത് ഏത് ട്രാൻസിഷൻ ആണെന്നാണ് ചോദ്യം. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി പുറത്തേക്ക് വിടണമെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഹയർ ആകണമെങ്കിൽ എൻ എത്രയായിരിക്കണം മക്കളെ? എൻ കുറയണം. കാരണം തൊട്ടു മുമ്പ് ഒരു ചോദ്യത്തിൽ എൻ കൂടുന്തോറും ഡെൽറ്റ ഇ കുറയും എന്നാണല്ലോ നമ്മൾ പറഞ്ഞേ. കാരണം അവിടെ നമ്മളോട് മിനിമം എനർജിയാണ് ചോദിച്ചത്, ഇവിടെ മാക്സിമം എനർജിയാണ് ചോദിക്കുന്നത്. അപ്പൊ എൻ ലോ ആയിരിക്കണം. അപ്പൊ ഏറ്റവും താഴെയുള്ള ഏത് രണ്ട് ലെവലുകൾക്കിടയിലാണോ ആൻസർ ഉള്ളത് അതായിരിക്കും ആൻസർ. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് മക്കളെ, ഇവിടെ റിലീസ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാ ചാടേണ്ടേ? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് ചാടേണ്ടത്. കാരണം തിരിച്ചാണെങ്കിൽ അബ്സോർപ്ഷൻ നടക്കാം. അപ്പൊ എന്തായാലും ആൻസർ എന്തല്ല? 4 അല്ല എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം 4 ലോവറിൽ നിന്ന് ഹയറിലേക്ക്. അപ്പൊ അതല്ല. ബാക്കി 3 ഓക്കെ, ബാക്കി 3 ഏറ്റവും ചെറിയ എൻ വാല്യൂസ് എവിടെ കിടക്കുന്നത്? 3ഉം 2ഉം ഓപ്ഷൻ 1 കിടക്കുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. നോക്കൂ, കാരണം ഡെൽറ്റ ഇ കൂടണമെങ്കിൽ, എനർജി റിലീസ് അല്ലെങ്കിൽ എനർജി അബ്സോർബ്ഡ് കൂടണമെങ്കിൽ എൻ വാല്യൂ കുറയണം, എനർജി ലെവലുകളുടെ വാല്യൂ കുറയണം. സോ അത് ഏറ്റവും കുറവ് ഓപ്ഷൻ 1 സോ ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ഒരു ഡൗട്ട് ഉണ്ടാവില്ല, സിമ്പിൾ ചോദ്യമായിരുന്നു അത്. 3-2 വരുമ്പോൾ മക്കൾ അടുത്തത്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായതല്ല. 1, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ശരിയാണ്, ആറ്റം ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ട്. ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളെല്ലാം ഒരേ സ്വഭാവം കാണിക്കും എന്നും ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. അതായത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മക്കളെ, ആറ്റംസ് ആർ ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. തെറ്റാണ്. കാരണം ഡാൾട്ടൺ പറഞ്ഞത് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ്. ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല എന്നാണ്. പറ്റും എന്നല്ല പറഞ്ഞത്. ഓപ്ഷൻ 4 ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ എൻ്റെ മക്കൾക്ക്? അതിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ മക്കളെ? എങ്കിൽ 10ാമത്തെ ചോദ്യത്തിലേക്ക് പൊക്കോട്ടെ ഞാൻ. റെഡി? അടുത്ത ചോദ്യം. ഇഫ് റേഡിയസ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഇസ് R. ആ വാല്യൂ എത്രയാണെന്നല്ല, 6 ആണെന്നാണ് പറയുന്നത്. ദെൻ റേഡിയസ് ഓഫ് തേർഡ് എനർജി സ്റ്റേറ്റ് ഓഫ് ലിഥിയം 2+. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എന്ത് മക്കളെ? ഏതൊരു യൂണി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെയും ഏതൊരു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിൻ്റെയും എനർജി ഓഫ് ദി ഓർബിറ്റ്, ഏത് ഓർബിറ്റ് ലിഥിയത്തിന് നമുക്ക് കണ്ട് തേർഡ് എനർജിയാണ്. സോ എനർജി ഓഫ് ദ തേർഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ പറയുക മക്കളെ, 0.53 ഇൻറ്റു n²/z ആങ്സ്ട്രം അല്ലേ? ദിസ് ഇസ് 0.53 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഏത് ഓർബിറ്റ് ആണ്? 3ാമത്തെ. അപ്പൊ 3²/z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3. റെഡി അല്ലേ മക്കളെ? ആണ്. പക്ഷേ ആൻസറിൽ കറക്റ്റ് വാല്യൂ അല്ല, 6 വരുന്നുണ്ട്. അപ്പൊ 6ഉം ഇതും തമ്മിൽ എന്താ ബന്ധം? 6 എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ കേസിൽ ഹൈഡ്രജന്റെ ആദ്യത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ n = 1 ആണല്ലോ മക്കളെ. ആദ്യത്തെ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയാണെന്ത്? R. അപ്പൊ E1 ഈസ് ഈക്വൽ ടു നമുക്കറിയാം 0.53 ഇൻറ്റു n². n എത്രയാ? ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ? n = 1 അല്ലേ? 1² ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാ? 1 ആങ്സ്ട്രം. മക്കളെ, ഇതാണ് R എന്ന് തന്നിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ E1 അഥവാ R എന്ന് പറയുന്നത് 0.53 ആണ്. അപ്പൊ 0.53ക്ക് പകരം R എന്ന് കൊടുത്താൽ R ഇൻറ്റു 9/3 ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു 3 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഇസ് R ഇൻറ്റു 3 അഥവാ 3R എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു. വൺസ് അഗെയിൻ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മക്കളെ. സോ ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ നോക്കി. അപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജി E1 = ഇതാണെന്നറിയാം. അപ്പോൾ ഈ വാല്യൂവിനെയാണ് R എന്ന് എടുക്കുന്നത്. കാരണം ഈ എനർജി R ആണെന്നാണല്ലോ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ ആണ് R. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂവിന് പകരം എന്തെടുത്തു? R എന്ന് എടുത്തു. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ മൈ ഡിയേഴ്സ്? ആ ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ആയിരുന്നു മക്കളെ. 11th ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. 3 gram of a hydrocarbon on combustion in excess of oxygen produces 8.8 gram of carbon dioxide and 5.4 gram of water. The data illustrates. അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ച് നിങ്ങൾ നോക്കണേ. 3 gram ഹൈഡ്രോകാർബൺ എക്സസ് ഓക്സിജനിലാണ് എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ എമൗണ്ട് എത്ര വേണമെങ്കിലും അവൈലബിൾ ആണ്, ആവശ്യത്തിന് അവൈലബിൾ ആണ്.
8.8 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 5.4 ഗ്രാം വാട്ടറും ആണ്. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് എത്രയാ മക്കളെ? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 8.8 പ്ലസ് 5.4 ആണ് അല്ലേ? 8 5 13 13 14.2 14.2 ഗ്രാം. റെഡി അല്ലേ? മാസ് ഓഫ് ദ റിയാക്ടന്റ് ആൾറെഡി 3 ഉള്ളൂ, ഹൈഡ്രോ കാർബൺ 3 ഉള്ളൂ. പക്ഷേ അതിനൊപ്പം എത്ര ഓക്സിജൻ വേണമെങ്കിലും അവൈലബിൾ ആണല്ലോ, എക്സസ് ഓക്സിജൻ ആണല്ലോ മക്കളെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കാരണം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒരിക്കലും ആവില്ല, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനും ആവില്ല. കാരണം എല്ലാ റിയാക്ഷനുകളും ഓൾ ദ റിയാക്ഷൻസ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എല്ലാ റിയാക്ഷനുകളും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിക്കുന്നതാണ്. സോ ഇവിടെയും അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലാതെ വേറൊരു ഓപ്ഷനിലേക്കും പോകൂല എന്ന് നമുക്കറിയാം. കാരണം എക്സസ് ഓക്സിജൻ ഉണ്ട്. എത്ര ആവശ്യത്തിന് ഈ 3യിൽ നിന്ന് എത്രയാണോ 14.2ലേക്ക് വേണ്ടത് അതിനാവശ്യമായ ഓക്സിജൻ അവിടെയുണ്ട്, എക്സസ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ മക്കളെ. ദ നമ്പർ ഓഫ് വേവ്സ് ഇൻ ദ 4th ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. മക്കളെ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് n ആണ്. n എന്ന് പറഞ്ഞാൽ എന്താ? അത് അവന്റെ ഷെൽ നമ്പർ ആണ്. n എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്. അപ്പൊ ഏത് ഷെല്ലിലൂടെയാണ് കറങ്ങുന്നത്? 4th ഷെല്ലിലൂടെയാണ്. അപ്പൊ n = 4 n = 4 ആണെങ്കിൽ എത്ര വേവുകളെ ഉണ്ടാക്കും? അത് 4 വേവുകളെ തന്നെ ഉണ്ടാക്കുക. കാരണം ഷെൽ നമ്പറും വേവുകൾ എണ്ണവും സെയിം ആയിരിക്കണമല്ലോ. ഓക്കെ മക്കളെ, 13ാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഇൻ 333 ഗ്രാം ഓഫ് അലൂമിനിയം സൾഫേറ്റ് 18H2O. അപ്പൊ നിങ്ങൾ നോക്കണേ മക്കളെ, ഒരു മോളിക്യൂളിൽ ശ്രദ്ധിക്കുക, ഒരു മോൾ Al2SO4 ത്രൈസ് 18H2O 18 മോൾ വാട്ടർ ഉണ്ട്. ശരിയല്ലേ? അല്ലേ മക്കളെ? കാരണം ഒരു മോളിക്യൂളിൽ 18 മോളിക്യൂൾ വാട്ടർ ഉണ്ടെങ്കിൽ ഒരു മോളിൽ 18 മോൾ വാട്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 334 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോൾ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 333 ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എത്രയാ മക്കളെ? അലൂമിനിയം 2 എണ്ണം അല്ലെ? അപ്പൊ 2 × 27 പ്ലസ് നോക്കണേ, സൾഫർ 3 എണ്ണം. സോ 3 × 32 പ്ലസ് ഓക്സിജൻ 12. അപ്പൊ മക്കളെ 12 × ഓക്സിജൻ മോളിക്കുലാർ മാസ് എത്രയാ മക്കളെ? 16. റെഡി അല്ലേ? ആണ്, മോളാർ മാസ് 16 പ്ലസ് 18 വാട്ടർ. ഒരു വാട്ടറിന് 18 അല്ലേ മോളാർ മാസ്? അപ്പൊ 18 വാട്ടറിന് 18 × 18. മക്കളെ ഇതെന്നെ മക്കൾ ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 666 എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. 666. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബൈ ദ മോളാർ മാസ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയും മോൾ കോമ്പൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്രയും മോളിൽ എത്ര മോൾ വാട്ടർ ഉണ്ടാകും മക്കളെ? ഇത്രയും മോളിൽ ഈ പറയുന്ന 1 അങ്ങോട്ട് പോകും. അപ്പോൾ ഡിവൈഡ് ബൈ 1 ആകും. ഇൻറ്റു ഇതെടുത്താൽ പോരെ? മതി. 18 × 333 ഡിവൈഡഡ് ബൈ 666 മോൾ ഓഫ് വാട്ടർ ഉണ്ടാകും. റെഡി അല്ലേ? ആണ്. പിന്നെ മക്കൾ ശ്രദ്ധിക്കണേ, 333ഉം 666ഉം ക്യാൻസൽ ആകുമ്പോൾ 2. സെറ്റ് അല്ലേ മക്കളെ? 2. അപ്പോൾ 9 എന്നല്ലേ കിട്ടുക? കാരണം 2ഉം 18ഉം ക്യാൻസൽ ആകുമ്പോൾ 9 ആകും. സോ മക്കളെ 9 മോൾ H2O ആണുള്ളത്. 9 മോൾ എന്ന് പറയുമ്പോൾ 9 × അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 9 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ ഉണ്ടാകുക മക്കളെ? ആണ്. സോ 9 × അവോഗാഡ്രോ നമ്പർ. യെസ്, ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 9 × 6.022 × 1023 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആയിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ദ ആംഗുലാർ മൊമെന്റം ഫോർ പി ഷെൽ ഇലക്ട്രോൺ. ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. കാരണം ആംഗുലാർ മൊമെന്റം നമുക്ക് എന്ത് ചെയ്യാം? ഷെൽ നമ്പർ വെച്ചും കാണാം, അസീമുത്തൽ കോണ്ടന്റ് നമ്പർ വെച്ചും കാണാം. എൻ വാല്യൂ വെച്ചും എൽ വാല്യൂ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലാർ മൊമെന്റം കാണാം. ഷെൽ നമ്പർ വെച്ച് നമ്മൾ എങ്ങനെയാ കാണുക? ആംഗുലാർ മൊമെന്റം MVR = മക്കളെ NH/2π. എൽ വാല്യൂ വെച്ചോ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ ഉപയോഗിച്ച് ആംഗുലാർ മൊമെന്റം MVR = √L × L+1 × H/2π. റെഡി അല്ലേ? ആണ്. നമുക്ക് പി ഷെൽ എന്നല്ലേ തന്നിരിക്കുന്നത്? അപ്പൊ തന്നിരിക്കുന്നത് സബ്ഷെൽ അല്ല, ഷെല്ലാണ്. ക്ലിയർ അല്ലേ മക്കളെ? ആണ്. അപ്പൊ അവിടെ എൻ വാല്യൂ എത്രാമത്തെ ഷെല്ലാ? പി സബ്ഷെൽ അല്ല, തെറ്റിദ്ധരിക്കരുത്. മിക്കവാറും ആളുകൾ അത് പി സബ്ഷെൽ എന്നെടുത്ത് ചെയ്തിട്ടുണ്ടാവും.
തെറ്റാണ് മക്കളെ, തെറ്റാണ്. നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെടുമായിരുന്നു, നിങ്ങൾ പറ്റിക്കപ്പെടുമായിരുന്നു. ഷെല്ലാണ്. സോ KLMNOP, ആറാമത്തെ ഷെല്ലാണ് P. n = 6. സോ n = 6 ആണെങ്കിൽ മക്കളെ 6 × h/2π. അപ്പൊ 6ഉം 2ഉം ക്യാൻസൽ ആയാൽ 3 അല്ലേ വരിക. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താ വരിക? 3h/π എന്നാ വരിക. സോ 3h/π എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെച്ചല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സബ്ഷെല്ല് തന്നാലേ എൽ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദ്യത്തിൽ എൽ വാല്യൂ വെച്ചല്ല മക്കളെ, പകരം എന്ത് വെച്ചിട്ടാണ്? എൻ വാല്യൂ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. n = 6. തന്നിരിക്കുന്ന ഷെൽ എന്നാണ്, സബ്ഷെൽ എന്നല്ല. ഓർത്ത് വെച്ചേക്കണേ, ഷെൽ എന്നാണ്, സബ്ഷെൽ എന്നല്ല. ക്ലിയർ ആയിട്ടുണ്ടാവും അത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സെറ്റ് അല്ലേ മക്കളെ? അടുത്ത ചോദ്യം നോക്കൂ. 15ാമത്തെ ചോദ്യം. 30 gram of an element X. It contains 18.069 × 10⁻23 atoms of X. Calculate the gram molecular mass of X2 എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളെ ഗിവൺ മാസ് ഉണ്ട് അല്ലേ, ആറ്റംസിൻ്റെ എണ്ണമുണ്ട്, നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഇനി എന്താ കാണണ്ടേ? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ആണ് കാണേണ്ടത്. ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ആണ് കാണേണ്ടത്. സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ. അതും X2വിൻ്റെ മക്കളെ നമുക്കറിയാം. നമ്പർ ഓഫ് ആറ്റംസ് കാണുന്നത് എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസിന് പകരം ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് എടുക്കാലോ. അപ്പോൾ അതേ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ശരിയല്ലേ? അതാണ് നമ്പർ ഓഫ് ആറ്റംസ്. റെഡി. നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് ചോദ്യത്തിലുണ്ട് മക്കളെ. 18.069 × 10⁻23. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഗിവൺ മാസ് 30 ആണ്, മോളാർ മാസ് ആണ് കാണേണ്ടത്. അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി X2 അല്ലേ. അപ്പോൾ ഒരു മോളിക്കുള്ളിൽ 2 ആറ്റം ഇൻറ്റു 2. മക്കളെ നമുക്ക് വേണ്ട മോളാർ മാസ് ആണ്. സോ M = 30 × 6.022 × 10⁻23 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 18.069 × 10⁻23. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് 6.022ഉം 18.069ഉം ക്യാൻസൽ ആയാൽ 3 എന്ന് ബാക്കി വരും. റെഡി അല്ലേ മക്കളെ? 3 എന്ന് ബാക്കി വരും. അവിടെ 3ഉം 30ഉം പോയാൽ 10 എന്ന് ബാക്കി വരും. കറക്റ്റ് ആണല്ലോ. 10 × 2 മൈ ഡിയേഴ്സ് 10 ഇതും കൂടി ക്യാൻസൽ ആവേ. 10⁻23ഉം 10⁻23ഉം ക്യാൻസൽ ആകും. ആകെ 10 × 2 മാത്രം ബാക്കി 20 gram per mole എന്ന ആൻസർ കിട്ടും. 20 gram per mole ഓർ 20 AMU. 20 grams per mole. അപ്പോൾ ഈ 20 എന്ന് മാത്രം എടുത്താൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. 20 AMU ആണോ 20 gram ആണോ? മക്കളെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ അത് ഗ്രാമിലായിരിക്കണം. മസ്റ്റ് ബി ഇൻ ഗ്രാം. മാസ് മസ്റ്റ് ബി ഇൻ ഗ്രാം. AMU അല്ല കേട്ടോ. മസ്റ്റ് ബി ഇൻ ഗ്രാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 16. The energy of an electron in the first Bohr orbit -13.6 electron volt ആണെങ്കിൽ energy of beryllium 3+ in the first excited state is. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുന്നെല്ലാം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള കേസാണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള കേസിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ പഠിക്കുന്ന കേസുകളിലെല്ലാം രണ്ടാമത്തെ ഷെല്ലാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റോ മൂന്നാമത്തെ ഷെല്ലായിരിക്കും. അങ്ങനെയാ പോകുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒന്നാമത്തെ ഷെല്ലായിരിക്കും. നമുക്ക് കാണേണ്ടത് എന്താ? എനർജിയാണ്. എങ്ങനെ എനർജി കാണുക മക്കളെ? എനർജി ഓഫ് ദി സെക്കൻഡ് ഷെല്ലാണ് അല്ലേ. E2 = ഇലക്ട്രോൺ വോൾട്ടിലാ -13.6 ഇൻറ്റു ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. Z² ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ബെർലിയം. അത് എത്രയാണ് മക്കളെ? 4. So 4² by N is the shell number of beryllium 2² So that is equal to -13.6 into 16/4. That is -13.6 into 4. That is my dears 54.4 electron volt -54.4 electron volt. Option 3 is the right answer. Simple ചോദ്യമായിരുന്നു, ഡയറക്റ്റ് ചോദ്യമായിരുന്നു. കാരണം നമുക്ക് ഏത് സിംഗിൾ ഇലക്ട്രോൺ ആറ്റങ്ങളുടെയും അയോണുകളുടെയും എനർജി ഓഫ് ദ ഷെല്ല് കാണാൻ, എനർജി ഓഫ് ദി ഇലക്ട്രോൺ കാണാൻ നമുക്കറിയാം. ഇലക്ട്രോൺ വോൾട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ക്ലിയർ? അടുത്ത ചോദ്യം എടുക്കാമല്ലോ അല്ലേ മക്കളെ? റെഡി അല്ലേ നിങ്ങൾ? ഓക്കെ. 17. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇസ് ഇല്യൂസ്ട്രേറ്റഡ് ബൈ. എന്താ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് മക്കളെ? രണ്ട് എലമെന്റുകൾ
ഒന്നിലധികം കോമ്പൗണ്ടുകളെ ഫോം ചെയ്താൽ ആ കോമ്പൗണ്ടുകളിൽ ഒരു ഫിക്സഡ് മാസ് ഓഫ് എലമെന്റിനോട് കമ്പൈൻ ചെയ്യുന്ന രണ്ടാമത്തെ എലമെന്റിന്റെ മാസുകൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാകും എന്ന് പറയുന്നതിനാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാം. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോമിൽ എഴുതാം മക്കളെ. കാൽഷ്യം കാർബണേറ്റും ബേരിയം കാർബണേറ്റും, കാൽഷ്യം കാർബണേറ്റ് CaCO3, ബേരിയം കാർബണേറ്റ് BaCO3. റെഡി അല്ലേ മക്കൾ? ഇത് എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 1 2 3 3 എലമെന്റ് ഉണ്ട് അല്ലേ? റെഡി അല്ലേ മക്കളെ? ഇതിലുള്ള എലമെന്റുകളും സെയിം ആണോ? അല്ല, രണ്ട് കോമ്പൗണ്ടിലും ഒരേ എലമെന്റുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി മക്കൾ. അടുത്തത് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും NaCl-ഉം KCl-ഉം രണ്ടിലും ഡിഫറെന്റ് എലമെന്റുകൾ ഉണ്ട്. സോഡിയം ആണെങ്കിൽ ഇവിടെ പൊട്ടാസ്യം ആണ്, അതൊരിക്കലും ആകില്ല. സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും, യെസ് മൈ ഡിയേഴ്സ്, നോക്കൂ രണ്ടിലും ഒരേ ആറ്റങ്ങളാണ്. സൾഫർ സൾഫർ, ഓക്സിജൻ ഓക്സിജൻ. ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി അനുസരിക്കുന്ന ആളുകളിലെല്ലാം രണ്ട് കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ അതിന് ആറ്റങ്ങൾ സെയിം എലമെന്റുകളുടെ ആറ്റങ്ങളായിരിക്കണം, മാറരുത്. കാർബൺ ഡൈ ഓക്സൈഡ് CO2, സൾഫർ ഡൈ ഓക്സൈഡ് SO2. ഇവിടെ ഡിഫറൻ്റ് ആണ്, കാരണം കാർബണും ഇവിടെ സൾഫറുമാണ്. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. അങ്ങനെ നോക്കിയാൽ മതി. രണ്ട് കോമ്പൗണ്ടിലുള്ളത് ഒരേ എലമെന്റുകളുടെ ആറ്റങ്ങളല്ലേ എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആണത്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മക്കളെ അടുത്തത് ദ നമ്പർ ഓഫ് പോസിബിൾ ലൈൻസ്. അപ്പൊ എത്ര സ്പെക്ട്രൽ ലൈനുകൾ പോസിബിൾ ആണ് എന്നായിരുന്നു ചോദ്യം. എവിടെയാ? പാഷൻ സീരീസിലാണേ മക്കളെ. പാഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ തിരിച്ചു വരിക? തേർഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ തിരിച്ചു വരുമ്പോഴാണ് പാഷൻ സീരീസ് കിട്ടുക, അറിയാലോ? ആണ്. സോ എവിടുന്നാ വരുന്നത്? 7th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. 7th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഷെല്ലിൽ നിന്നല്ലേ? അപ്പൊ 8ൽ നിന്ന് 3ലേക്ക് വരാൻ എത്ര പോസിബിലിറ്റീസ് ഉണ്ടോ അത്രയും ലൈനുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ നോക്കണേ, 8ൽ നിന്ന് 3ലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത് മക്കളെ. 1 8ൽ നിന്ന് 3ലേക്ക് എന്ന് പറയുമ്പോൾ 1 8ൽ നിന്ന് 3ലേക്ക് തന്നെ വരാം. റെഡി അല്ലേ? 2 7ലേക്ക് വന്ന് അവിടുന്ന് 3ലേക്ക് വരാം. 3 6ലേക്ക് വന്ന് അവിടുന്ന് 3ലേക്ക് വരാം മക്കളെ. 4 5ലേക്ക് വന്ന് അവിടുന്ന് 3ലേക്ക് വരാം. പല പോസിബിലിറ്റീസ് ഉണ്ടേ. അടുത്ത പോസിബിലിറ്റി 4ലേക്ക് വന്ന് അവിടുന്ന് 3ലേക്ക് വരാം. ഇത്രയും പോസിബിലിറ്റീസേ ഉള്ളൂ. സോ 1 2 3 4 5 പോസിബിലിറ്റീസ്. അപ്പോൾ ഓരോ പോസിബിലിറ്റിയിലും ഓരോ ലൈനാണ് കിട്ടുക. 5 പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ 5 ലൈനുകൾ പോസിബിൾ ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നു അത്. മക്കൾ അടുത്ത ചോദ്യം നോക്കാം. An element has 2 isotopes having atomic mass 10 and 15. രണ്ട് ഐസോടോപ്പുകൾ ഉണ്ട്, 10ഉം 15ഉമാണ് അവരുടെ മോളാർ മാസുകൾ. ആൻഡ് ദ പെർസെൻറ്റേജ് അബണ്ടൻസ് ഓഫ് ദ ലൈറ്റർ ഐസോടോപ്പ്. ഏതാ ലൈറ്റർ ഐസോടോപ്പ്? അറ്റോമിക് മാസ് 10 ഉള്ളവനെയാണ് ലൈറ്റർ ഐസോടോപ്പ് എന്ന് പറയാം. അതായത് മാസ് കുറഞ്ഞവനെയാണല്ലോ ലൈറ്റർ എന്ന് പറയാം. അപ്പൊ ലൈറ്റർ ഐസോടോപ്പ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് 10 ഉള്ളവനാണ്. അപ്പൊ അറ്റോമിക് മാസ് 10 ഉള്ളവൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 80% ഉണ്ട്. അപ്പൊ 10 × 80% പ്ലസ്. അപ്പൊ മറ്റവനോ 15 ഉള്ളവനോ 15 × 20%. റെഡി അല്ലേ? ഇതായിരിക്കില്ലേടാ മക്കളെ നിങ്ങളുടെ ആവറേജ് അറ്റോമിക് മാസ്? ആണ് സാർ, ഇതാണ് ആവറേജ് അറ്റോമിക് മാസ് കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആവറേജ് അറ്റോമിക് മാസ് ആണല്ലോ ചോദ്യം. അതെ മക്കളെ, ക്യാൻസൽ ചെയ്യടാ മക്കളെ. 10ഉം 100ലെ 0ഉം 10ലെ 0ഉം 8ലെ 0 80ലെ 0ഉം ക്യാൻസൽ ആകുന്നു മക്കളെ. നിങ്ങൾ നോക്കുക, 20ഉം 100ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 5, 5ഉം 15ഉം ക്യാൻസൽ ആയാൽ ബാക്കി 3. സോ ആകെയുള്ളത് 8 + 3 ആണ്. ബാക്കിയുള്ളത് 8 + 3 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 11 ആവറേജ് അറ്റോമിക് മാസ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യം. വിച്ച് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ കണ്ടൈൻ ലൈൻസ് ഇൻ ദി വിസിബിൾ റീജിയൻ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈമാൻ സീരീസ് ഉണ്ട്, ബാമർ സീരീസ് ഉണ്ട്, പാഷൻ ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, ഫണ്ട് ഉണ്ട്. അതിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന വിസിബിൾ റീജിയനിലുള്ള ഒരേ ഒരു ലൈനേ ഉള്ളൂ. അതാരാ മക്കളെ? ബാമർ സീരീസ് ഓഫ് ലൈനുകളാണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ ആദ്യത്തെ 20 ചോദ്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. എളുപ്പമായിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം. നമ്മൾ 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 28 gram lithium is mixed with 48 gram oxygen to react according to the following reaction എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ റിയാക്ഷൻ ബാലൻസ്ഡ് അല്ലായിരുന്നു. നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. മാസ് ഓഫ് ലിഥിയം ഓക്സൈഡ് ഫോംഡ്. അപ്പം നമുക്ക് ആദ്യം ആ റിയാക്ഷൻ എഴുതാം, എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്യാം. Li + O2 gives Li2O. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2 ലിഥിയം എന്ന് വരേണ്ടി വരും. 2 ലിഥിയവും പോരാ, കാരണം ഇവിടെ 2 ലിഥിയം ഓക്സൈഡ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് 4 ലിഥിയം വേണ്ടി വരും ലെഫ്റ്റ് സൈഡിൽ.
4 ലിത്തിയം അല്ലേ. അതായത് മക്കളെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മളോട് പറയുന്ന അനുസരിച്ച് ഇത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ചോദ്യമാണ്. 4 മോൾ ലിത്തിയത്തിന് 1 മോൾ ഓക്സിജൻ ഉണ്ടെങ്കിലാണ് 2 മോൾ ലിത്തിയം ഓക്സൈഡ് ഫോം ചെയ്യാന്നാണ് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ? ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 28 ഗ്രാം ലിത്തിയവും 48 ഗ്രാം ഓക്സിജനുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാം, 2 റിയാക്ടന്റുകളുടെയും എമൗണ്ട് തന്നിട്ട് പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യമെങ്കിൽ അത്തരം ചോദ്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ച് ആ ലിമിറ്റിംഗ് റിയേജന്റിന്റെ അളവ് വെച്ച് വേണം, എമൗണ്ട് വെച്ച് വേണം പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം, ക്ലാസ് റൂമിൽ പലതവണ നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റയെ മാസിൽ നിന്ന് മോളിലേക്ക് മാറ്റുക. അപ്പോൾ എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റുക? നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഓഫ് ലിത്തിയം 28 ബൈ മോളാർ മാസ് ഓഫ് ലിത്തിയം ഇസ് 7. അത് നമുക്ക് എല്ലാവർക്കും അറിയണം, ലിത്തിയത്തിന്റെ മോളാർ മാസ് 7 ആണെന്ന് അറിയണം. ഓക്കെ, എത്രയാ മക്കളെ കിട്ടുക? 4 എന്നാണ് കിട്ടുക, 4. അപ്പം 4 മോൾ ലിത്തിയം ഉണ്ട്. 48 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ഇസ് 48 ബൈ മോളാർ മാസ് ഇസ് 32. അപ്പോൾ 1.5 മോളാണ് എന്ത് കിട്ടുക? ഓക്സിജൻ കിട്ടുക. ഇനി നിങ്ങൾ നോക്കണേ, നമുക്ക് ആരാണ് അളവിൽ കുറവുള്ളത്? അയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ 1 മോൾ ഓക്സിജന് 4 മോൾ ലിത്തിയമാണ് വേണ്ടത് അല്ലേ. അല്ലെങ്കിൽ തിരിച്ചും ചിന്തിക്കാം, നമുക്ക് ചിന്തിക്കാം. 4 മോൾ ഓക്സിജന് 1 മോൾ ലിത്തിയമേ വേണ്ടുള്ളൂ. ഇവിടെ 4 മോളിന് പക്ഷേ 1.5 മോൾ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജന്റെ അളവ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഓക്സിജൻ ആരാ? ഓക്സിജൻ ഇവിടുത്തെ എക്സസ് റിയേജന്റ് ആണ്, എക്സസ് ആണ്. അപ്പോൾ മറ്റവനാണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്. ലിത്തിയമാണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്. കാരണം ഒരാൾ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മറ്റേയാളായിരിക്കും ആവശ്യത്തിൽ കുറവുള്ളത്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് എക്സസ് ആയവന്റെ അപ്പുറത്ത് കിടക്കുന്നതിനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ലിത്തിയമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ലിത്തിയത്തിന്റെ എമൗണ്ട് വെച്ച് വേണം നിങ്ങൾ പ്രൊഡക്റ്റ് തീരുമാനിക്കാൻ. അപ്പോൾ ബാലൻസ് ഇക്വേഷൻ പറയുന്നത് 4 മോൾ ലിത്തിയം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 മോൾ ലിത്തിയം ഓക്സൈഡ് കിട്ടുന്നതാണ് അല്ലേ? ആണ്. ആ 4 മോൾ തന്നെയാണല്ലോ നമ്മൾ എടുക്കുന്നതും. ബാലൻസ് ഇക്വേഷൻ പറയുന്ന അതേ 4 മോൾ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് കാൽക്കുലേഷൻ വേണ്ട. പക്ഷെ ഒരു കാര്യം, മോളിൽ നിന്ന് നമ്മൾ ഈ വാല്യൂവിനെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് ഗ്രാമിലേക്ക് മാറ്റണം. കാരണം എല്ലാ ഓപ്ഷൻസും ഗ്രാമിലാണ്. നമ്പർ ഓഫ് മോൾസിലുള്ള ഒരു വാല്യൂവിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രാമിലേക്ക് മാറ്റുക? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. ലിത്തിയം ഓക്സൈഡിന്റെ മോളാർ മാസ് എത്രയാണ് മക്കളെ? 2 ലിത്തിയം ഉണ്ട് അതിൽ. അപ്പോൾ 2 × 7 പ്ലസ് ഒരു ഓക്സിജൻ ഉണ്ട് 16. സോ ദിസ് ഈസ് ഈക്വൽ ടു മക്കളെ 2 × 14 + 16 എത്രയാണ് മക്കളെ? 30 ആണ്. അപ്പോൾ 2 × 30 60 ഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ, 60 ഗ്രാം. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ച് അവനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യേണ്ടത്? തീരുമാനിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ അല്ലേ മക്കളെ? 22. The ratio of the wavelength of first line of Balmer series and second line of Lyman series. 2 ലൈനുകളുടെയും വേവ്ലെങ്ത്തുകളുടെ റേഷ്യോ ആണ് ചോദ്യം. നമുക്ക് 2 ലൈനുകൾ ആദ്യം ഒന്ന് എടുത്തു നോക്കാം മക്കളെ. ലൈമാൻ സീരീസിലെ ലൈനിന്റെ വേവ്ലെങ്ത്തിനെ ഞാൻ ലാംഡ എൽ എന്നും ബാമർ സീരീസിലെ വേവ്ലെങ്ത്തിനെ ഞാൻ ലാംഡ ബി എന്ന് എടുക്കുവാണേ. ചോദ്യം എന്താ? ലാംഡ ബി ബൈ ലാംഡ എല്ല് കാണാനാണ് ചോദ്യം അല്ലെ. ബാമറിലെ ഒരു ലൈനിന്റെ വാല്യൂവും വേവ് ലെങ്ത്തും ലൈമാനിലെ മറ്റൊരു ലൈനിന്റെ വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. അപ്പൊ ഇത് നമുക്ക് കാണണമെങ്കിൽ ഈ 2 വേവ് ലെങ്ത്തുകളുടെയും എക്സ്പ്രഷൻ എന്താന്ന് കിട്ടണം. ശരിയല്ലേ? അപ്പൊ അത് ആദ്യം നമുക്ക് നോക്കാം മക്കളെ. നോക്കുക, നമുക്കറിയാം വേവ് നമ്പർ ഈസ് ഈക്വൽ ടു, അതായത് 1 വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു RH × 1/n1² മൈനസ് 1/n2². ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കാറുള്ളത്. 1/n2². n2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ n1 എന്നായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആണ്. ഇനി മക്കളെ നോക്കൂ, അപ്പൊ നമുക്ക് 1/λb ബാമറിലെ ലൈനിന്റെ വേവ് ലെങ്ത് 1/λb ഈസ് ഈക്വൽ ടു RH × ഏത് ലൈനാ? ഫസ്റ്റ് ലൈൻ അല്ലേ മക്കളെ? ഫസ്റ്റ് ലൈനാ. ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ബാമറിലെ ഫസ്റ്റ് ലൈൻ എവിടെ നിന്ന് എങ്ങോട്ടാ? ബാമറിലെ ഫസ്റ്റ് ലൈൻ 3 നിന്ന് 2 വരുമ്പോഴാണ്. സോ മൈ ഡിയേഴ്സ് 1/2² മൈനസ് 1/3². ഇനി അതേപോലെ 1/λ ലൈമാൻ, 1 വേവ് ലെങ്ത് ഓഫ് ലൈമാൻ ഈസ് ഈക്വൽ ടു RH × മക്കളെ സെക്കൻഡ് ലൈൻ ഓഫ് ലൈമാൻ അല്ലേ? സെക്കൻഡ് ലൈൻ ഓഫ് ലൈമാൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാടാ? സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 3 നിന്ന് 1. ലൈമാൻ എന്ന് പറയുമ്പോൾ 1 തിരിച്ചു വരിക. ബാമർ എന്ന് പറയുമ്പോൾ 2 തിരിച്ചു വരിക. ആണ്.
അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 1/n², 1/n1² is 1/1² മൈനസ് 1/n2² is 1/3². ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മക്കളെ എത്ര എൻ്റെ മക്കൾക്ക് കിട്ടുക? RH ഇൻറ്റു മക്കളെ എത്ര വരിക? 9 - 4/4 × 9 36. അതായത് RH ഇൻറ്റു 5/36. ഇതാണ് 1/λb. റെഡിയാണോ? അപ്പോൾ അതിൽ നിന്ന് λb എന്ന് പറയുന്നത് 36/5RH എന്ന് കിട്ടും. അതിന് നേരെ റെസിപ്രോക്കൽ. ഇനി ഇവിടെ അതേപോലെ ഒന്ന് ചെയ്തേ. ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/1 മൈനസ് 1/9. ശരിയല്ലേ? -1/9. അപ്പോൾ എൻ്റെ മക്കൾക്ക് എത്രയാണ് കിട്ടുക? 9 - 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 - 1/9 ആ കിട്ടുക. അതായത് 1/λl എന്ന് പറയുന്നത് RH ഇൻറ്റു 8/9 ആണ് എങ്കിൽ നമുക്ക് λl അല്ലേ വേണ്ടേ? നേരെ തല തിരിച്ചിടുക. 9/8 × RH ആയിരിക്കും. സെറ്റായോ? ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ λb കിട്ടി, λl കിട്ടി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ പ്രോസസ്സാണ്. മക്കളെ ആലോചിച്ച് നോക്കി. ദിസ് ഈസ് ഈക്വൽ ടു λb എത്രയാടാ? λb എന്ന് പറയുന്നത് നോക്കണേ 36/5RH ബൈ λl എത്രയാ? 9/8RH. അപ്പം നമുക്കറിയാം RH ക്യാൻസൽ ആകും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 36/5 ഇൻറ്റു ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻറ്റു 8/9 എടുത്താൽ മതി. റെഡി അല്ലേ മക്കളെ? സോ 9 - 36 ക്യാൻസൽ ആകുമ്പോൾ 4 വരും. റെഡിയാണല്ലോ? സോ 4 × 8 32. അപ്പോൾ മക്കളെ 32/5 എന്നായിരിക്കും ആൻസർ. 32/5 എന്നൊരു ആൻസർ ഉണ്ടോ? ഉണ്ട് സർ, ഓപ്ഷൻ 1 കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ആൻസറിലേക്ക് എത്തും. എവിടെയെങ്കിലും പാളിപ്പോയാൽ ആൻസർ മൊത്തം പാളിപ്പോവും. അടുത്ത ചോദ്യം എടുക്കുകയാണേ മക്കളെ. 23. അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഇക്വേഷൻ. അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ടാണ്. ആയിക്കോട്ടെ. തന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെന്റിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഈൽഡ് എന്നാണ് ചോദ്യം. അപ്പോൾ പെർസെൻറ്റേജ് ഈൽഡ് എങ്ങനെ നമ്മൾ കാണുക മക്കളെ? പെർസെൻറ്റേജ് ഈൽഡ് എങ്ങനെ നമ്മൾ കാണുക? അത് അറിഞ്ഞിട്ടാണ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കേണ്ടത്. പെർസെൻറ്റേജ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒബ്റ്റെയിൻഡ് ഈൽഡ്, obtained yield divided by calculated yield. നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് ബൈ നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട്, അതാണ് കാൽക്കുലേറ്റഡ് ഈൽഡ്. ഒബ്റ്റെയിൻഡ് ഈൽഡ് എത്രയാ? 0.25 മോൾ അമോണിയാണ്. അത് ചോദ്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 0.25 മോളാണ്. യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് എത്രയായിരുന്നു? അത് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്കിത് കിട്ടുള്ളൂ. ഡിനോമിനേറ്റർ കിട്ടണം. ശരിയല്ലേ? അപ്പോൾ മക്കളെ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുക്കാം. N2 + 3H2 gives 2NH3 അല്ലേ? ഇക്വേഷൻ പറയുന്നത് 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അപ്പോഴാണ് 2 മോൾ അമോണിയ കിട്ടുക. നമുക്ക് തന്നിരിക്കുന്നത് എന്താ മക്കളെ? നമുക്ക് തന്നിരിക്കുന്നത് 0.5 മോൾ നൈട്രജന് 0.5 മോൾ ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇതിൽ ആരായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്? അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുക. എന്നാൽ ആ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വാണ്ടിറ്റി വെച്ച് നിങ്ങൾക്ക് എത്ര മോൾ അമോണിയ കിട്ടുമായിരുന്നു നോക്കുക. അതാണ് കാൽക്കുലേറ്റഡ് ഈൽഡ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? നമുക്ക് നോക്കാമല്ലോ അല്ലേ മക്കളെ? നോക്കണേ. എടാ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജൻ വേണം എന്ന് പറഞ്ഞാൽ നൈട്രജൻ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടിയായിരിക്കണം ആര്? ഹൈഡ്രജൻ നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ 0.5 മോൾ നൈട്രജന് അതിന് 3 ഇരട്ടിയായ 1.5 മോൾ അല്ലേ ആക്ച്വലി നിങ്ങൾ എടുക്കേണ്ടിയിരുന്നേ? അത്രയും ഉണ്ടോ? ഇല്ല, അതിലും കുറവല്ലേ? അപ്പോൾ റിക്വയർഡ് ക്വാണ്ടിറ്റിയേക്കാൾ കുറവാണല്ലോ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ആ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അമോണിയയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളോട് പറയുന്നത് 3 മോൾ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ 2 മോൾ അമോണിയ കിട്ടണം എന്നാണ്. നമ്മുടെ കയ്യിൽ പക്ഷേ ലിമിറ്റിംഗ് റിയേജന്റ് ആയ ഹൈഡ്രജൻ 0.5 മോളേ ഉള്ളൂ. അപ്പോൾ 0.5 മോളിൽ നിന്ന് എത്ര മോൾ അമോണിയ കിട്ടും? 2/3 × 0.5 മോൾ അമോണിയാണ് കിട്ടുക. 2/3 × 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 മോളാണ് കിട്ടുക. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0.33 മോളാണ് അമോണിയ കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ നിങ്ങൾ നോക്കണേ, ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് 0.33 മോൾ അമോണിയാണ്, പക്ഷേ കിട്ടിയത് വെറും 0.25 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് ഈൽഡ് 0.33 ആണ് ഇൻറ്റു 100 പെർസെൻറ്റേജ് ആണല്ലോ, ഇൻറ്റു 100. മക്കളെ 0.25/33 അതായത് 25/33 ഇൻറ്റു 100. 25/33 നിങ്ങൾ ചെയ്താൽ മക്കളെ എത്രയാണ് കിട്ടുക? 0.75 എന്നാണ് കിട്ടുക ഇൻറ്റു 100. അപ്പോൾ 75% ഈൽഡ് ഉള്ളൂ. 75% ഈൽഡ് ഉള്ളൂ മക്കളെ. 75 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾക്കത് സിമ്പിൾ ചോദ്യമായിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യനുമാണ്, സിമ്പിൾ ആൻസറുമാണ്. ഓക്കെ, സെറ്റ്. യാ മക്കളെ, 24 ക്വസ്റ്റ്യൻ നമ്പർ 24. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് പ്രസന്റ് ഇൻ 3D സബ്ഷെൽ. നമുക്കറിയാം ഒരു സബ്ഷെല്ലിലെ ടോട്ടൽ നോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് n-1 ആണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ. n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ അഥവാ പ്രിൻസിപ്പൽ കോണ്ട നമ്പർ, അത് 3 ആ, കാരണം 3D ആണല്ലോ. ഡി സബ്ഷെല്ലിന് മക്കളെ 3D എന്ന് പറയുമ്പോൾ n 3യും l എത്രയാ? ഡി സബ്ഷെല്ലിന് l = 2 ആണ്. 2 ആണ്. റെഡി അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ആണ്. അപ്പൊ ആൻസർ എത്രയാണ് വരിക? ആൻസർ ഇസ് അവിടെ നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് മക്കളെ. കാരണം n-1 അല്ലേ, നമ്മളെങ്ങനെ 3-2 എടുക്കുക? n-1 ആണല്ലോ. സോ 3-1, സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. 2 നോഡുകൾ ഉണ്ടാകുക, ടോട്ടൽ നോഡുകളാണ് ചോദിച്ചത്. അപ്പോൾ n-1, 3-1, 2. ക്ലിയർ, സെറ്റ്. മക്കളെ 25. ദ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഓഫ് മോളിക്കുലാർ മാസ് 120. അപ്പോൾ മോളിക്കുലാർ മാസ് ഉണ്ട്, മോളിക്കുലാർ ഫോർമുല മാസ് 120 ആണ്. എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് CH2O. ചോദ്യം മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല അല്ലേ? അതെ. പക്ഷെ നമുക്കറിയാം എന്ത്, n കിട്ടണമെങ്കിൽ n എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നിങ്ങൾ ആദ്യം എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. ഒരു കാർബൺ 12 പ്ലസ് 2 ഹൈഡ്രജൻ 2, ഒരു ഓക്സിജൻ 16. സോ നിങ്ങൾക്ക് കിട്ടുക എത്രയാ മക്കളെ? നിങ്ങൾക്ക് കിട്ടുക എത്രയാ? 30 എന്നാണ് കിട്ടുക. 30 എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ ഫോർമുല മാസ് ആയ 120യെ എംപിരിക്കൽ ഫോർമുല മാസ് ആയ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n = 4 എന്ന് കിട്ടും. അതായത് മക്കളെ 4 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല, അപ്പോൾ 4 ഇൻറ്റു 1 അപ്പോൾ 4 കാർബൺ, 4 ഇൻറ്റു 2 8 ഹൈഡ്രജൻ, ആൻഡ് മക്കളെ 1 ഇൻറ്റു 4 ഇറ്റ് ഇസ് 4 ഓക്സിജൻ, C4H8O4 എന്നായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. 26. The 4 quantum numbers of the outermost orbital of potassium. അപ്പോൾ പൊട്ടാസ്യത്തിന് അറ്റോമിക് നമ്പർ 19 ആണ്. അറ്റോമിക് നമ്പർ 19 വരുന്ന പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ നിയോണിന്റെ കോൺഫിഗറേഷനും കഴിഞ്ഞ് 3s2 19 അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആർഗൺ മുതൽ അങ്ങോട്ട് എടുത്താൽ മതി. ആർഗണിന്റെ 18 അറ്റോമിക് നമ്പറിൽ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ് 4s1. അപ്പൊ ചോദ്യം ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിനെ കുറിച്ചാണ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ഏതാ? 4s ആണ്. റെഡി അല്ലേ മക്കളെ? 4s ആണ്. 4s എന്ന് പറയുമ്പോൾ n = 4, എസ് സബ്ഷെല്ലിൽ l = 0. l 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 0, സ്പിൻ ക്വാണ്ടം നമ്പർ നിങ്ങൾക്ക് അറിയാലോ, +½ ആയിട്ടോ അല്ലെങ്കിൽ -½ ആയിട്ടോ എടുക്കുക, ഏതെടുത്താലും ഓക്കെയാണ്. സെറ്റ്. ക്ലിയർ മൈ ഡിയേഴ്സ്? സോ ദ റൈറ്റ് ആൻസർ ഇസ്, കൃത്യമായിട്ട് എവിടെ ആൻസറിൽ പറഞ്ഞിരിക്കുന്ന മക്കളെ, n = 4 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് അതിൽ ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. കാരണം ഓപ്ഷൻ 4 എന്താ പ്രശ്നം? l = 2 എന്ന് എടുത്തു. l 0 ആയിരിക്കണം, കാരണം എസ് സബ്ഷെൽ ആയതുകൊണ്ട്. 26 നമ്മൾ ആൻസർ ചെയ്തു. സിമ്പിൾ ചോദ്യമായിരുന്നു മക്കളെ. അടുത്ത ചോദ്യം 27. ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടൈനിങ്. അപ്പൊ സിംപ്ലസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? എംപിരിക്കൽ ഫോർമുലയാണ് കാണേണ്ടത്. എംപിരിക്കൽ ഫോർമുലയാണ് കാണേണ്ടത്. റെഡി ആണല്ലോ? 50% എലമെന്റ് എക്സ് ഉണ്ട്, 50% എലമെന്റ് എന്തുണ്ട്? വൈയും ഉണ്ട്. രണ്ടുപേരുടെ മോളിക്കുലാർ വെയിറ്റും ഉണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ എംപിരിക്കൽ ഫോർമുല കാണാം മക്കളെ? എംപിരിക്കൽ ഫോർമുല കാണാൻ നമുക്ക് എക്സിന്റെയും വൈയുടെയും നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ നോക്കിയാൽ പോരെ? മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ഈസ് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വൈ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് മോൾസ് എങ്ങനെ നമ്മൾ കാണാം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ 50% ബൈ മാസ് എന്നല്ലേ പറയുന്നത്? അപ്പോൾ 50 ബൈ മോളാർ മാസ് എത്രയാണ്? അറ്റോമിക് മാസ് എത്രയാണ്? 10 ഈസ് ടു മക്കളെ 50% ഓഫ് വൈ. സോ 50 ബൈ അറ്റോമിക് മാസ് എത്രയാണ്? 20. ദാറ്റ് മീൻസ് മൈ ഡിയേഴ്സ് 5 ഈസ് ടു എത്രയാണ് വരിക? നിങ്ങൾ നോക്കിയേ,
റെഡി അല്ലേ? ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10:5 എന്ന് വരും. ദാറ്റ് ഇസ് മൈ ഡിയേഴ്സ് 2:1 എന്ന് വരും. 2:1. സോ ദ മോളിക്കുലർ ഫോർമുല, ഐ മീൻ എംപിരിക്കൽ ഫോർമുല ഇസ് x2y. 2x-ഉം 1y-യും മക്കളെ. 2x-ഉം 1y-യും അല്ലേ? ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാണാലോ. യെസ്, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മക്കളെ. ഡൗട്ടുകളില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അതെല്ലാം നമ്മൾ പഠിച്ചു വെച്ച രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ പഠിച്ചു വെച്ച ടേബിളൊക്കെ വരച്ച് പഠിച്ചു വെച്ച ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. അങ്ങനെ എടുത്തോ. എക്സും വൈയും എടുക്കുന്നു നമ്മൾ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ റേഷ്യോ കാണും. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു പോകാം. സിമ്പിൾ റേഷ്യോ നമ്മൾ കാണുന്നു. ഓ, എക്സും വൈയും അല്ലേ? ഓക്കെ മക്കളെ, നോക്കിയിടാ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുക? ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയാ? 5 ആണ്. ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് 5/20. 5/20 എന്ന് പറയുമ്പോൾ 5/2 മക്കളെ. 5/2 എന്ന് പറയുമ്പോൾ 2.5. റെഡി അല്ലേ? സിമ്പിൾ റേഷ്യോ എങ്ങനെയാണ് കാണുക? ഈ രണ്ട് നമ്പർ ഓഫ് മോൾസിനെയും കൂട്ടത്തിലെ ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2.5 എത്രയാണ് വരിക? 2 വരും, 1 വരും. സോ എംപിരിക്കൽ ഫോർമുല ഇസ് x2y എന്ന് അങ്ങനെ ചെയ്താലും കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്താലും ഒക്കെയാണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. മക്കളെ 28. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽ ഇസ് നോട്ട് പോസിബിൾ എന്നാണ് ചോദ്യം. ഏത് ഓർബിറ്റലാണ് പോസിബിൾ അല്ലാത്ത? അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും 3f പോസിബിൾ അല്ല. കാരണം തേർഡ് ഷെല്ലിൽ മക്കളെ n=3 തേർഡ് ഷെല്ലിൽ എല്ലിന് കൊടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാ? 0ഉം 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ എസ് സബ്ഷെൽ ഓക്കെയാണ്, പി സബ്ഷെൽ ഓക്കെയാണ്, ഡി സബ്ഷെൽ ഓക്കെയാണ്. എഫ് പോസിബിൾ അല്ല. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ അല്ലേ? 29. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ? മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരേ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ വരണമെങ്കിൽ, ഒരേ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ വരണമെങ്കിൽ ഒരേ എംപിരിക്കൽ ഫോർമുല ആയാൽ മതി. ഒരേ എംപിരിക്കൽ ഫോർമുല ആയാൽ മതി. ഓക്കെ മക്കളെ, ഈ രണ്ടുപേരുടെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ഒന്ന് തന്നെയാണല്ലോ അല്ലേ? CO2വിൻ്റെ എംപിരിക്കൽ ഫോർമുലയും CO2 എന്നാണ്. കാർബൺ മോണോക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല CO എന്നുമാണ്. അപ്പോൾ അതിൽ എംപിരിക്കൽ ഫോർമുല ഡിഫറൻ്റ് ആണ്. നമ്മൾ ഈ 3 പേരുടെ എംപിരിക്കൽ ഫോർമുലകൾ എന്ന് എഴുതിയ മക്കളെ, CH4ൻ്റെ എംപിരിക്കൽ ഫോർമുല CH4 ആണ്. C6H6ൻ്റെയോ CH ആണ്. കാരണം 6 കൊണ്ട് ഹോൾ ഡിവൈഡ് ചെയ്യാം. C2H2ൻ്റെയോ CH ആണ്. അപ്പോൾ അവിടെ 3 പേരുടെ എംപിരിക്കൽ ഫോർമുല സെയിം അല്ല. 2 പേരുടെ സെയിം ആണ്, ഒരാളുടെ ഡിഫറൻ്റ് ആണ്. മക്കൾ അടുത്തതിലേക്ക് വാ. C2H2ൻ്റെ എംപിരിക്കൽ ഫോർമുല CH, C6H6ൻ്റേത് CH, C10H8ൻ്റെയോ രണ്ടിലും 2 അല്ലേ കോമൺ ആയിട്ട് പോകുക. അപ്പോൾ C5H4 രണ്ടുപേരുടെ എംപിരിക്കൽ ഫോർമുല സെയിം ആണ്, മൂന്നാമത്തവന് ഡിഫറൻ്റ് ആയി. ഇനി ഇവിടെ വാ. HCHO ഒരു കാർബൺ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ CH2O. CH3COOH എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 കാർബൺ ഉണ്ട്, ടോട്ടൽ 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. എംപിരിക്കൽ ഫോർമുല CH2O തന്നെ വരും. മക്കളെ മൂന്നാമൻ C6H12O6 3 നമ്പറിലും 6 കോമണാ. അപ്പോൾ CH2O തന്നെ വരും. ഈ 3 പേർക്കുമാണ് മക്കളെ ഒരേ എംപിരിക്കൽ ഫോർമുല ഉള്ളത്. ഒരേ എംപിരിക്കൽ ഫോർമുല ഉണ്ടെങ്കിലാണ് അതിൽ എലമെൻറ്റുകളുടെ ആറ്റങ്ങളുടെ മാസ് പെർസെൻറ്റേജ് സെയിം ആകുക. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. When the azimuthal quantum number has the value of 2, azimuthal quantum number 2 ആണെങ്കിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടാവും എന്നാണ് ചോദ്യം മക്കളെ. എല്ലിൻ്റെ വാല്യൂ കിട്ടിയാൽ ഓർബിറ്റലുകളുടെ എണ്ണം കാണാൻ നമുക്കറിയാം. ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2l+1 ആണ്. 2l+1 എന്ന് പറയുമ്പോൾ 2 × 2+1 ആൻഡ് ഇറ്റ് ഇസ് 5 എന്ന ആൻസർ കിട്ടും. അതൊരു ട്രിക്കായിരുന്നു. സ്ട്രക്ചർ ഓഫ് ദി ആറ്റത്തിൻ്റെ അവസാന ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. എൽ വാല്യൂ പ്രൊവൈഡഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 2l+1 ആണ്. 2 × 2+1 ഇറ്റ് ഈസ് ഈക്വൽ ടു 5. സെറ്റ് അല്ലേ മക്കളെ? 30ാമത്തെ ചോദ്യം. ഡൗട്ടുകളൊന്നും ഇല്ലാതെ നേരെ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്. സോ 31. The mineral beryl contains 5.03% of beryllium by mass. ഇപ്പൊ ബെറൈൽ എന്ന് പറയുന്ന മിനറലിൽ അതിന് ടോട്ടൽ മാസിന്റെ 5.03% എന്തുണ്ട്? ബെറിലിയം ഉണ്ട്. ടോട്ടൽ മാസിന്റെ 0.53% എന്ന് പറഞ്ഞാൽ അവന്റെ മോളാർ മാസ് M ആണെങ്കിൽ മക്കളെ, ബെറൈലിന്റെ മോളാർ മാസ് ഓഫ് ബെറൈൽ M ആണെങ്കിൽ ശ്രദ്ധിക്കണേ, മോളാർ മാസ് ഓഫ് ബെറൈൽ M ആണെങ്കിൽ അതിൽ
ബേരിയത്തിൻ്റെ മാസ് എത്രയാ? മാസ് ഓഫ് ബേരിയം എന്ന് പറയുന്നത് എമ്മിൻ്റെ 5.03%. അപ്പോൾ 5.03/100 × M. റെഡി അല്ലേ? ഇനി കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഒരു ഫോർമുല യൂണിറ്റിൽ 3 ബെർലിയ മാറ്റമുണ്ട്. അപ്പോൾ 3 ബെർലിയ ആറ്റത്തിൻ്റെ മാസ് എത്രയാ മക്കളെ? 3 ബെർലിയ ആറ്റത്തിൻ്റെ മാസ് 3 × ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാ? 9. എത്രയാ? 27 ഗ്രാം ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബെറൈലിൻ്റെ ഫോർമുല മാസ്. ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ മോളാർ മാസ്. ഫോർമുല മാസ് എന്ന് പറയുന്നതും മോളാർ മാസ് എന്ന് പറയുന്നതും സെയിം ആണല്ലോ. ആണ്. അപ്പോൾ എം എത്രയെ കിട്ടിയാൽ മതി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഈ വാല്യൂ അല്ലേടാ 27? അതെ സാർ, ഇത് 27 തന്നെയല്ലേ? ഇത് 27 ആണ്. കാരണം മോളാർ മാസിന്റെ ഇത്രയും പെർസെൻറ്റേജ് ആണ് ബെർലിയത്തിന്റെ മാസ്. 3 ബെർലിയ മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 ബെർലിയത്തിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 27 ആ. അപ്പോൾ ഇത് 27 ആണെന്ന് അർത്ഥം. അപ്പോൾ എം എത്രയാ? എം ഈസ് ഈക്വൽ ടു 27 × 100/5.03 5 ആയി തന്നെ എടുത്തു. ഓക്കെ, 100ഉം 5ഉം ക്യാൻസൽ ആയാൽ മക്കളെ 20 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 27 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാണ് വരിക മക്കളെ? 540ക്ക് അടുത്താണ് വരിക. 540ക്ക് അടുത്ത് 540 ഗ്രാംസ് പെർ മോൾ. റെഡി അല്ലേ? 540 അടുത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാ? ഓപ്ഷൻ 2, 537. സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ചോദ്യം കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണല്ലോ എന്ന്. പക്ഷെ സിമ്പിൾ ചോദ്യമാണത് മക്കളെ. 32. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അലൗഡ് അല്ലാത്ത ഏത് കോണ്ടന്റ് നമ്പർ സെറ്റാ ഉള്ളത്? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ സെറ്റ് ഓക്കെയാണ്. രണ്ടാമത്തെ സെറ്റ് നോക്കൂ, n = 1 l = 1 പാടില്ല. കാരണം നമുക്കറിയാം n = 1 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കൊടുക്കാവുന്ന എൽ വാല്യൂ 0 മുതൽ n-1 വരെയാണ്. അതായത് 0 മാത്രമേ, n = 1 എൽ വാല്യൂ ആയിട്ട് 0 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? 1 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ബാക്കി എല്ലാ സെറ്റും അലൗഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. മക്കളെ നോക്കാം, 33 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? 3.4 gram അമോണിയ on complete decomposition into nitrogen and hydrogen produces 0.6 gram hydrogen. നമുക്ക് ആ റിയാക്ഷൻ ഒന്നും എഴുതി നോക്കാതെ ചെയ്യാൻ പറ്റില്ല മക്കളെ. അമോണിയയുടെ ഡിക്കമ്പോസിഷൻ ആണ്. അമോണിയ എന്തായിട്ട് മാറണം? നൈട്രജൻ ആയിട്ടും ഹൈഡ്രജൻ ആയിട്ടും മാറണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 3H2 2 അമോണിയ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 2 മോൾ അമോണിയയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കിട്ടേണ്ടത്. അതായത് 2 മോൾ അമോണിയ എന്ന് പറയുമ്പോൾ 2 × 17 ഗ്രാം, 34 ഗ്രാം അമോണിയയിൽ നിന്നാണ് നിങ്ങൾക്ക് 28 ഗ്രാം നൈട്രജനും 3 മോൾ ഹൈഡ്രജൻ, 3 × 2 6 ഗ്രാം ഹൈഡ്രജനും കിട്ടേണ്ടത്. ഇനി എന്താ പറയുന്നത് മക്കളെ? 34 നിന്ന് 6 ഗ്രാം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ 3.4 ഗ്രാമിൽ നിന്ന് 0.6 ഗ്രാം കിട്ടുന്നുള്ളത്? ഉറപ്പാ, ഒരു ഡൗട്ടും ഇല്ല. കറക്റ്റാ. അപ്പോൾ ഇത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഈസ് ഫോളോഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ. എല്ലാ ബാലൻസ് കെമിക്കൽ ഇക്വേഷനുകളും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ശരിയാണ്. 2 സ്റ്റേറ്റ്മെന്റുകളും വളരെ വളരെ ശരിയാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, 34 വിച്ച് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് ടു ഓഫ് ബോ പ്രിൻസിപ്പിൾ. ക്ലാസ് റൂമിൽ പലതവണ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്താ ഓഫ് ബോ പ്രിൻസിപ്പിളിൽ പറയുന്നത്? ഓഫ് ബോ പറയുന്നത് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഓർബിറ്റലുകളുടെ എനർജി ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പൊ ലോവർ എനർജിയുള്ള ഓർബിറ്റൽ നിറഞ്ഞിട്ടേ ഹയർ എനർജിയുള്ള ഓർബിറ്റൽ നിറയാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരു കേസ് ഇതിലുണ്ട്. ഏതാ? ഓപ്ഷൻ 3. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ 2s-നല്ലേ 2p-യേക്കാൾ എനർജി കുറവ്. അതെ, അപ്പൊ 2s-ൽ 2 ഇലക്ട്രോൺ വന്നിട്ടല്ലേ 2p-യിലേക്ക് ഇലക്ട്രോൺ പോകാൻ പാടുള്ളൂ. 2s ഹാഫ് ഫിൽഡ് ആയിട്ട് മുഴുവനും നിറയാതെ 2p-യിലേക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അവിടെയാണ് ഓഫ് ബോ വയലേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, ഒരു AMU എത്രയാണെന്നായിരുന്നു 35ാമത്തെ ചോദ്യം. എടാ, ഒരു AMUവിനെ, ഒരു അറ്റോമിക് മാസ് യൂണിറ്റിനെ തന്നെയാണ് ഒരു യൂണിഫൈഡ് മാസ് അഥവാ ഒരു U എന്ന് നമ്മൾ വിളിച്ചത്. സോ ഇറ്റ് ഇസ് 1. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് ശരിയാണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/10 അല്ല, തെറ്റി. ഒരു കാർബൺ 12ന്റെ 1/10 അല്ല, 1/12 ആണ്. റെഡി അല്ലേ? മാസ് ഓഫ് 3.34 × 10⁻24 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. അല്ല,
അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ്, അവോഗാഡ്രോ നമ്പറാണ്. അപ്പം അതും തെറ്റിപ്പോയി മക്കളെ, ഇത് രണ്ടും തെറ്റിപ്പോയി. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 35 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് സെക്ഷൻ എ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോകുന്നു. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യം, അപ്പോൾ സെക്ഷൻ ബിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരുന്നു. സെക്ഷൻ ബിയിൽ നിന്ന് 15 ചോദ്യങ്ങളുണ്ട്. നമുക്കതിൽ 10 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. 5 ചോദ്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാമായിരുന്നു. സോ ഹൗ മെനി മോൾസ് ഓഫ് മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് വിൽ കണ്ടെയ്ൻ 0.25 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റിലാണ് 0.25 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടാകുക? അപ്പോൾ നമുക്കറിയാം 1 മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റിൽ മക്കളെ എത്ര മോൾ ഓക്സിജൻ ഉണ്ട്? 4 × 2 അല്ലേ, 8 മോൾ ഓക്സിജൻ ഉണ്ട്. 8 മോൾ ഓക്സിജൻ. അപ്പം നമ്മുടെ കയ്യിൽ എത്ര മോൾ ഓക്സിജനാണ് ഉള്ളത്? 0.25 മോൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ ഈ 8 ഇങ്ങോട്ട് പോകുമ്പോൾ 1/8 ആകും. എന്നിട്ട് 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/8 × 0.25 മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അതായത് മക്കളെ 25 × 0.25നെ നമുക്ക് 25 എന്ന് എഴുതാമല്ലോ. സോ 25 × 10⁻² എന്ന് എഴുതാം /8. ഇത്രയും മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് എടുക്കേണ്ടി വരും. ഇത്രയും മോൾ എന്ന് പറഞ്ഞാൽ 25/8 മക്കളെ ആൾമോസ്റ്റ് 3 ആണ്. സോ 3 × 10⁻² മോൾ. അപ്പം 3 × 10⁻² മോൾ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത ചോദ്യമായിരുന്നു. മക്കളെ 37, എ ബൾബ് ഓഫ് 40 വാട്ട്, 40 വാട്ട് ബൾബ് പ്രൊഡ്യൂസിങ് എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 620 നാനോമീറ്റർ വിത്ത് 80% ഓഫ് എഫിഷ്യൻസി. അപ്പം 40 വാട്ടാണ് പവർ. വാട്ട് എന്ന് പറയുന്നത് പവർ ആണല്ലോ മക്കളെ, പവർ. പക്ഷെ ആ പവറിൽ 40 വാട്ട് നമുക്ക് കിട്ടുന്നില്ല. 40 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 സെക്കൻഡിൽ 40 ജൂൾ എനർജി പുറത്തേക്ക് തരുന്നു എന്നാണ്. പക്ഷെ 40 ജൂൾ കിട്ടുന്നില്ല, 80% എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ പവർ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാ? 40 കിട്ടണമായിരുന്നു, അതിൻ്റെ 80% ഉള്ളൂ. അപ്പോൾ 40ന്റെ 80% ആണ് പവർ. റെഡി അല്ലേ? 620 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, 620 നാനോമീറ്റർ അല്ലേ മക്കളെ? ഇനി എന്താ ചോദ്യം? ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ ദ ബൾബ് ഇൻ 20 seconds. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? നമ്പർ ഓഫ് ഫോട്ടോൺസ് ejected or emitted, number of photons emitted, okay, per second. 1 സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണുകളുടെ എണ്ണം നമ്മളതിനെ n/t എന്നെടുത്താൽ മക്കളെ അതെങ്ങനെയാണ് കാണുകയെന്ന് അറിയാം. ഇറ്റ്സ് ഈക്വൽ ടു P/h nu എന്നാണ് വരിക. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ലേ? ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി മാറ്റി വേവ് നമ്പർ ആക്കുമ്പോൾ എന്താ വരിക? ന്യൂ ഈക്വൽ ടു c/λ. അപ്പോൾ ന്യൂവിന് പകരം c/λ കൊടുക്കുമ്പോൾ ലാംഡ മുകളിലേക്ക് വരും, P/λ/hc എന്ന് വരും. അപ്പം ഇതിൽ ഏത് ഇക്വേഷനാണോ നിങ്ങൾക്ക് ഇവിടെ സൂട്ടബിൾ ആകുക അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. റെഡി? n/t എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇമിറ്റഡ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദിസ് ഇസ് P is a power, h is Planck's constant, nu is frequency and lambda is wavelength. അപ്പോൾ നമുക്ക് ഇതല്ല വേണ്ടത്, ഇതാണ്. കാരണം വേവ് ലെങ്ത് ആണ് ചോദ്യത്തിലുള്ളത് മക്കളെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതെടുത്ത് ചെയ്യാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് n ആണ് കാണേണ്ടത്. എത്ര സെക്കൻഡിലാണ്? 20 സെക്കൻഡിലാണ്. സമയം 20 ആണ് തന്നിട്ടുണ്ട്. പവർ എത്രയാ? 40 ആണ്. പക്ഷെ അതിൻ്റെ 80% ഉള്ളൂ. 80/100 ഇൻറ്റു ലാംഡ 620 നാനോമീറ്റർ ആണ് മക്കളെ. 620 നാനോമീറ്റർ ആണ്. നാനോമീറ്ററിൽ നിന്ന് നമ്മൾ ആ വാല്യൂവിനെ എന്ത് ചെയ്യേണ്ടി വരും? മീറ്ററിലേക്ക് മാറ്റേണ്ടി വരും. 620 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്ററിലേക്ക് എന്തായാലും മാറ്റേണ്ടി വരും. സോ മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 620 × 10⁻⁻9 ബൈ മക്കളെ HC എന്ന് പറയുന്ന ഓരോ കേസിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. HC എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. HCയുടെ വാല്യൂ 2 × 10⁻25 ആണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. എളുപ്പം അതങ്ങനെ ചെയ്താൽ മതി. 2 × 10⁻25. എച്ചിൻ്റെ വാല്യൂവിൻ സിയുടെ വാല്യൂ ഓരോ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ആ വാല്യൂ ഇതുപോലെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. H/c നിങ്ങൾ എങ്ങനെ ചെയ്താലും 2 × 10⁻25 ആ കിട്ടാം. ഇന്നൊന്ന് ചെയ്തേടാ മക്കളെ. സോ ദാറ്റ് ഈസ് n ആണല്ലോ വേണ്ടതല്ലേ മക്കളെ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 40 ×
80/100 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 80/100 0.8 ആണ്. 0.8 ഇൻറ്റു 620 ഇൻറ്റു 10⁻⁻9 20 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 20 ആകും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻⁻25. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്ന ആളുകളുണ്ട് അല്ലേ? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്ന ആളുകളുണ്ട്. 2ഉം 20യും ക്യാൻസൽ ആകുമ്പോൾ 10 വരും. 10 വേറൊന്നും ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടല്ലേ. -9ഉം -25ഉം ക്യാൻസൽ ആകുമ്പോൾ താഴെ -16 വരും. മക്കളെ നിങ്ങൾ നോക്കിയേ. ദിസ് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 0.8. 4 8 36. അപ്പോൾ 40 ഇൻറ്റു 0.8 എന്ന് പറയുന്നത് 36 ആ വരിക. 36 ഇൻറ്റു 620 ഇൻറ്റു 10 അല്ലേ? ഡിവൈഡഡ് ബൈ 10⁻⁻16. സോ ദിസ് ഈസ് ഈക്വൽ ടു മക്കളെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 36 ഇൻറ്റു 4 8 32 അല്ലേ? 36 അല്ല കേട്ടോ മക്കളെ, 32 ആണ് വരിക. 4 8 32 ആണ് കേട്ടോ. 32 ഇൻറ്റു 620 ഇൻറ്റു 10/10⁻⁻16. അപ്പോൾ 32 ഇൻറ്റു 62 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 1984 എന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ 19840 ഒരു 10 ഇല്ലേ? ഓക്കെ, 0/10⁻⁻16. 10⁻⁻16 മുകളിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 10⁻16 ആകുന്നു. ഇൻറ്റു 10⁻16 ആകുന്നു. അതായത് മക്കളെ 1.98 ഇൻറ്റു 10 എത്ര പൊസിഷനാടാ? 1 2 3 4 5 പൊസിഷൻ നമ്മൾ മാറ്റുന്നു. 16 5 പൊസിഷൻ പോയാൽ 21. 1.98 ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാ? 2. 2 ഇൻറ്റു 10⁻21. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ മക്കളെ. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിരുന്നു. ഈ ഇക്വേഷൻ എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക. ചോദ്യത്തിൽ പവർ തന്നിട്ട് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. N/T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. 38ാമത്തെ ചോദ്യം. ഇഫ് സൈലം ലേണിംഗ് ഇസ് റിട്ടൺ ബൈ എ ഗ്രാഫൈറ്റ് പെൻസിൽ ഇറ്റ് വെയ്സ് 3 ഇൻറ്റു 10⁻⁻10 ഗ്രാം. അപ്പോൾ മാസ് തന്നിട്ടുണ്ട് W. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മക്കളെ നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണ്. റെഡി അല്ലേ? നമ്പർ ഓഫ് മോൾസിന് പകരം നമ്മൾ നോർമലി ഗിവൺ മാസ് ബൈ മോളാർ മാസ് എടുക്കാം. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണ്. കാർബൺ ആയതുകൊണ്ട് അറ്റോമിസിറ്റി 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. റെഡി മക്കളെ? ദിസ് ഇസ് ദ നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് ചോദ്യത്തിലുണ്ടോ? ഇല്ല. അത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാ? 3 ഇൻറ്റു 10⁻10 ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 6 ആണ്. ഞാൻ 6 ആയിട്ട് എടുക്കാം. 6 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി 1. കാർബൺ അല്ലേ അറ്റോമിസിറ്റി 1. റെഡി അല്ലേ മക്കളെ? മോളാർ മാസ് നമുക്ക് അറിയാലോ അല്ലേ മക്കളെ? കാർബണിന്റെ അറ്റോമിക് മാസ് 12 അല്ലേ? അത് നമുക്കറിയാം. അപ്പൊ 6ഉം 12ഉം ക്യാൻസൽ ആകുമ്പോൾ 2 വരും. 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 1.5 ഇൻറ്റു 10⁻2 -10ഉം -23 പോയാൽ മക്കളെ 13 വരിക അല്ലേ? 13 വരിക. 1.5 ഇൻറ്റു 13 എന്ന ആൻസർ ഉണ്ടോ? ഉണ്ട് സാർ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു. എല്ലാവർക്കും ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു മക്കളെ. 39. ദ റേഷ്യോ ഓഫ് എനർജി ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 3000 ആങ്സ്ട്രം ടു ദാറ്റ് ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 6000 ആങ്സ്ട്രം. അപ്പോൾ എനർജികൾ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് വേവ് ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടണം. എനർജികൾ വേവ് ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. എനർജികളുടെ റേഷ്യോ ആണ് വേണ്ടത് മക്കളെ. നമുക്കറിയാം എന്ത്? E ഈസ് ഈക്വൽ ടു hc/λ ആണ്. അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ E2/E1 എന്ന് പറയുന്നത് λ2/λ1 ആണ്. λ2 6000, λ1 3000. So this is equal to 2 എന്ന ആൻസർ കിട്ടും. So the right answer is option 2. സിമ്പിൾ ചോദ്യമായിരുന്നു. വെരി നൈസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ മക്കളെ. 40. A gaseous mixture contains carbon dioxide and nitrous oxide N2O in 2:5 ratio by mass. അപ്പോൾ ഇത് മാസുകളുടെ റേഷ്യോ ആണ്. അതായത് 2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 5 ഗ്രാം N2O എടുക്കണം എന്നാണ് റേഷ്യോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. മക്കൾ നമുക്കൊക്കെ അറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ. ശ്രദ്ധിക്കുക,
നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതും ഈസ് ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് N2S എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ഇവരുടെ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടു ഗിവൺ മാസ് ഓഫ് N2O ബൈ മോളാർ മാസ് ഓഫ് N2O റേഷ്യോന് ഈക്വൽ ആയിരിക്കും. കാരണം അങ്ങനെയാണല്ലോ നമ്പർ ഓഫ് മോൾസ് കാണാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാ മക്കളെ? 2 ഗ്രാം എടുക്കാനല്ലേ പറയുന്നത്? 2 ബൈ മോളാർ മാസ് എത്രയാ മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് 44. അത് ചോദ്യത്തിൽ തരേണ്ട കാര്യമില്ല കേട്ടോ, നമുക്കറിയാം, കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഈസ് ടു ഗിവൺ മാസ് ഓഫ് നൈട്രസ് N2O എത്രയാ മക്കളെ? 5 ആയിട്ട് എടുക്കാനല്ലേ പറയുന്നത്? 5 ബൈ മോളാർ മാസ് എത്രയാ N2O മക്കളെ? മോളാർ മാസ് 2 നൈട്രജനും 1 ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ 44. റെഡി അല്ലേ? ആണ്. 44 അങ്ങ് കട്ട് ചെയ്ത് കളയാമല്ലോ അല്ലേ? 44 കട്ടായി പോയാൽ രണ്ടിലും കോമൺ അല്ലേ? രണ്ടിലും കോമണാ. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക മക്കളെ? 2:5 എന്നായിരിക്കും ആൻസർ. അപ്പോൾ മാസുകളുടെ അതേ റേഷ്യോ ആണ് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിലും നമ്പർ ഓഫ് മോൾസിലും ഒക്കെ കിട്ടാം. 41 നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 16U ഓഫ് ഹീലിയം. മക്കൾ നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ് 4U ആണ്. അപ്പം നമുക്കറിയാം എന്ത് 4U എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ആറ്റമാണ് എന്നറിയാം. അപ്പം 16U എന്ന് പറഞ്ഞാലോ 4 ഹീലിയം ആറ്റമാണ് എന്ന് ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല സാർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് 4. 16U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹീലിയം ആറ്റമാണ്. സിമ്പിൾ ചോദ്യം. മക്കൾ അടുത്തത് 42. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ? ഏറ്റവും കുറവ് മോളിക്യൂൾ ഏതിലാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കേസിലും നമ്പർ ഓഫ് മോളിക്യൂൾ കാണണം. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾ നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് തരാത്ത കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ ഗിവൺ വോളിയം ബൈ 22.4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ ഗിവൺ വോളിയം ബൈ മില്ലി ലിറ്ററിലാണ് വോളിയം എങ്കിൽ 22,400 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. റെഡി അല്ലേ? ആണ്. അപ്പോൾ മക്കളെ ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കി, തന്നിരിക്കുന്നത് വോളിയമാണ്, മില്ലി ലിറ്ററിലാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന് പകരം 22.4 ബൈ മില്ലി ലിറ്ററിൽ 22,400 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. റെഡി അല്ലേ? ക്ലിയർ അല്ലേടാ മക്കളെ? ആണ്, ക്ലിയർ ആണ്, ഓക്കെയാണ്. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തേടാ മക്കളെ. 22.4നെ 22,400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? നമുക്ക് 1000 എന്നാണ് കിട്ടുക. 1000. അപ്പോൾ മക്കളെ ദിസ് ഈസ് ഈക്വൽ ടു 0.001 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസാണ് കിട്ടുക. അടുത്ത കേസിലേക്ക് വാ. മാസ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അവോഗാഡ്രോ നമ്പർ 22/42 മക്കളെ 44 2 അല്ലേ? അപ്പോൾ അവോഗാഡ്രോ നമ്പർ ബൈ 2 നമ്പർ ഓഫ് മോളിക്യൂൾസ്. അടുത്തയിലേക്ക് വാ മക്കളെ. ലിറ്ററിലുള്ള വോളിയമാണ് 11.2 ബൈ 22.4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ദിസ് ഈസ് ഈക്വൽ ടു അവോഗാഡ്രോ നമ്പർ ബൈ 2 തന്നെ കിട്ടും. മക്കളെ അടുത്തത് നമ്പർ ഓഫ് മോൾസാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എടുത്താൽ മതി. 0.1 അവോഗാഡ്രോ നമ്പർ. നമ്മളോട് ചോദ്യം സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾ ഏതിലാണ്? സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 0.001 അവോഗാഡ്രോ നമ്പർ അല്ലേ? അതെ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ. 43 uncertainty in the position of an electron whose mass is given moving with a velocity of 300 meter per second accurate up to 0.001% will be. ചിലപ്പോൾ ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ ചെയ്ത ചോദ്യമായിരിക്കും ഇത്. ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചോദ്യമാണ്. നിങ്ങൾക്കറിയാം തന്നിരിക്കുന്ന ഡാറ്റ. മാസ് തന്നിട്ടുണ്ട് മക്കളെ, വെലോസിറ്റി v തന്നിട്ടുണ്ട്, ആക്യുറസി തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി വിയെ നമ്മളിതിന്റെ ആക്യുറസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കിട്ടും. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 300 ഇൻറ്റു 0.001%, 0.001/100. ഇതാണ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ. ഇനി എന്താ വേണ്ടത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കാണാനാണ് പറയുന്നത് മക്കളെ. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് Δx ഇൻറ്റു m∆v ഈസ് ഈക്വൽ ടു h/4π. അപ്പോൾ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്താ പറഞ്ഞിട്ടുണ്ടാവുക?
h/4π എന്ന് പറയുന്നത് ഓരോ കേസിലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. h/4πയുടെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇറ്റ് ഇസ് 5.25 ഇൻറ്റു 10⁻⁻35. ഇത് ഓർത്തു വെച്ചാൽ മതി. റെഡി മക്കളെ? ആണ്. അപ്പം നമുക്ക് എഴുതാം ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻⁻35 എന്നെടുത്താൽ മതി. h/4πയുടെ ടോട്ടൽ വാല്യൂ ആണത്. ഇനി എന്താ വേണ്ടത് മക്കളെ? ഡെൽറ്റ എക്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻⁻35 ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ വി അങ്ങോട്ട് പോകും. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻⁻35 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 9.1 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു മക്കളെ ഡെൽറ്റ വി എത്രയാടാ? 300 ഇൻറ്റു 0.001/100. അപ്പോൾ ഈ 100ഉം ഈ 300ഉം ക്യാൻസൽ ആയാൽ ബാക്കി ആകെ വരുന്നത് മക്കളെ 3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബാക്കി സിംപ്ലിഫൈ ചെയ്തെടുക്കാമല്ലോ അല്ലേ? നോക്കിയടാ മക്കളെ, 5.25 ഞാനൊരു കാര്യം ചെയ്യാം. 525 എന്നെടുക്കാം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി. ഇൻറ്റു 10⁻⁻35 എത്രയാവും? -37 ആകും. ഡിവൈഡഡ് ബൈ 9.1. ഓക്കെ, ഞാനതിനെ 9.1 ആക്കി തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം 9 ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാൽക്കുലേഷൻ എളുപ്പമാക്കാം നമുക്ക്. 9 ഇൻറ്റു 10⁻⁻31 ഇൻറ്റു 3 അല്ലേ? 3 അവിടെ കിടക്കട്ടെ. ഇൻറ്റു 0.001. 0.001 എന്ന് പറഞ്ഞാൽ 10⁻⁻³ ആണ്. അറിയാമല്ലോ അല്ലേ മക്കളെ? സെറ്റാണല്ലോ അല്ലേ? ആണ്. ഇനി നിങ്ങൾ നോക്കിയടാ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3ഉം 525ഉം ക്യാൻസൽ ആകും. 5ൽ എത്രയാ? 1. 12ൽ എത്രയാ? 22ൽ എത്രയാ? 7. ബാക്കി 15ൽ എത്രയാ മക്കളെ? 3. 5 തവണ 175. ഓക്കെ, 175/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 അടുത്താ വരിക. 19 ഇൻറ്റു 10ന്റെ പവറുകളെല്ലാം കൂടി നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിയേ, -37ഉം -31ഉം പോയാൽ ബാക്കി -6 വരും. -6ഉം -3ഉം പോയാൽ ബാക്കി -3 വരും. സോ 10⁻⁻3. അതായത് 1.9 ഇൻറ്റു 10⁻⁻2 ആണ് മക്കളെ ആൻസർ വരിക. 1.9 ഇൻറ്റു 10⁻⁻2. ഓപ്ഷൻ 3യിൽ ആൻസർ ഉണ്ട്. ഓപ്ഷൻ 3യിൽ ആൻസർ ഉണ്ട്. റെഡി മക്കൾ? അടുത്ത ചോദ്യം 44. 7a + 13b + 15c = 17p. 15 മോൾസ് ഓഫ് എയും 26 മോൾസ് ഓഫ് ബിയും 30.5 മോൾസ് ഓഫ് സിയും എടുത്താൽ അത് ലിമിറ്റിംഗ് റിയേജന്റ് ആരാന്നാണ് ചോദ്യം. അപ്പം ഞാൻ ആ റിയാക്ഷൻ എഴുതുവാണേ. 7 മോൾസ് ഓഫ് എ പ്ലസ് 13 മോൾസ് ഓഫ് ബി പ്ലസ് 15 മോൾസ് ഓഫ് സി റിയാക്ട് ചെയ്യുമ്പോഴാണ് 17 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഒന്ന് എഴുതാം, നോക്കണേ. ഇനി നമ്മൾ നോക്കാം, തന്നിരിക്കുന്ന എത്രയാ? 15 മോൾ എ, റെഡി, 26 മോൾ ബി ആൻഡ് 30.5 മോൾ സി. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറവുള്ളയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. അപ്പൊ എന്റെ മക്കൾ നോക്കണേ, മക്കളെ 13 6 ആയത് എങ്ങനെയാ? 13 26 ആയത് ഡബിൾ എടുത്തപ്പെടാ അല്ലെ? ഇവനെ ഡബിൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെയും ഡബിൾ തന്നെയല്ലേ എടുക്കേണ്ടത്? ആണ്. 7 15 ആയത് എക്സാക്ട്ലി ഡബിൾ ആണോ? എക്സാക്ട്ലി ഡബിൾ അല്ല. അപ്പൊ എയുടെ ക്വാണ്ടിറ്റിയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് മോർ ദാൻ ട്വൈസ് ആണ്. റെഡി അല്ലേ? സിയുടെ ക്വാണ്ടിറ്റി നോക്കിയാടാ മക്കളെ. സി 15 30.5 എടുത്ത് ഇൻറ്റു 2 ആണോ? അല്ല, ഡബിൾ എടുത്താണോ? അല്ല, 15 ഡബിൾ എടുത്താൽ 30 അല്ലേ വരണ്ടേ? അപ്പൊ ഡബിളിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ. മോർ ദാൻ ട്വൈസ് ഉണ്ട്. പക്ഷേ ബിയോ, ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി ട്വൈസാ. അപ്പൊ ഇവരെ എല്ലാം മോർ ദാൻ ട്വൈസ് എടുക്കുമ്പോൾ ഇവനെയും മോർ ദാൻ ട്വൈസ് എടുത്താലല്ലേ അവന്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ആരുടെ ക്വാണ്ടിറ്റി അപ്പൊ നിലവിൽ കുറവ് മക്കളെ? ദാ ബിയുടെ ക്വാണ്ടിറ്റിയാണ് കുറവുള്ളത്. സോ ബി ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ബി ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. 2 ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ മക്കളെ? അത് സെറ്റാണോ? സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ മക്കൾ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. 45. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓഫ് ബോ പ്രിൻസിപ്പിളിന് മാച്ച് ആകുന്ന ഏതാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, എ കിട്ടി വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്, ബാക്കി 2 അപ്പൊ ക്യാൻസൽ ആയി പോയി. ഇനി ബി കൂടി കിട്ടിയ ആൻസർ കിട്ടും. ഡീബ്രോളി മക്കളെ, ഡീബ്രോളിക്ക് ആൻസർ ആയി വരുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/mv. സോ ബിക്ക് മാച്ച് ആകുന്നത് എസ്, ബിക്ക് എസ്, അത് ഇതിൽ മാത്രമേ ഉള്ളൂ. സോ ഇതല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ.
ആദ്യത്തെ 2 ഓപ്ഷൻസ് തന്നെ കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയേനെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മാച്ച് ആക്കി നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നമുക്കൊന്ന് നോക്കാം. ആംഗുലാർ മൊമെന്റം MVR മാച്ചായി. ഹൺസ് റൂൾ മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ബാമർ സീരീസ് വിസിബിൾ റീജിയൻ. പ്ലാങ്ക്സ് ലോ ഫോട്ടോൺ ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോണിനെ കുറിച്ച് പറയുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലാണ്. അപ്പോൾ ക്ലിയർ ആണത്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. മക്കൾ 46. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹൗ മെനി മോൾസ് ഓഫ് അമോണിയ കുഡ് ബി ഫോംഡ് ഫ്രം ദ റിയാക്ഷൻ ഓഫ് 0.22 മോൾസ് ഓഫ് N2O3 വിത്ത് 0.87 മോൾസ് ഓഫ് H2 എന്നാണ് ചോദ്യം. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലേ. കാരണം ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ, N2O3 പ്ലസ് 6H2 ബാലൻസർ ആണ്. 2NH3 പ്ലസ് 3H2O. ഓക്കെ, എന്താ ഇക്വേഷൻ പറയുന്നടാ? 1 മോൾ N2O3ക്ക് 6 മോൾ H2 ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? 2 മോൾ അമോണിയ കിട്ടുക. അപ്പൊ നമ്മൾ എത്ര മോൾ N2O3 എടുക്കുന്നുണ്ടോ അതിന്റെ 6 ഇരട്ടി ആയിരിക്കണം ഹൈഡ്രജൻ എടുക്കേണ്ടത്, എന്നാലാണ് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുക. ഇനി തന്നിരിക്കുന്ന ഡാറ്റ എന്താ? തന്നിരിക്കുന്ന ഡാറ്റ പറയുന്നത് 0.22 മോൾ N2O3 എടുക്കാനാ. 0.22 മോൾ N2O3 എടുക്കണം. കൂടെ 0.87 മോൾ H2 എടുക്കണം. അപ്പൊ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ. 0.22വിനെ 6 ടൈംസ് ചെയ്താൽ നിങ്ങൾക്ക് 0.87 ആണോ കിട്ടുക? അല്ല, 0.22വിനെ ഇൻറ്റു 6 ചെയ്താൽ 1.32 ആണ് കിട്ടേണ്ടത്. അതിനേക്കാൾ കുറവല്ലേ ഉള്ളത്? അതെ. അപ്പൊ ഇവനാണ് ആര്? ഇവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് മക്കളെ. അപ്പൊ ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ കാണാൻ പറ്റുള്ളൂ. 6 മോൾ ഹൈഡ്രജനിൽ നിന്ന് നിങ്ങൾക്ക് 2 മോൾ അമോണിയ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ആകെ 0.87 മോൾ ഹൈഡ്രജൻ ആണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് ഇത്ര കിട്ടുക? 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 6 ആകും ഇൻറ്റു 0.87 മോൾ അമോണിയ. റെഡി അല്ലേ മക്കളെ? ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 0.87. 0.87നെ 87 ഇൻറ്റു 10⁻² എന്ന് എടുത്താൽ ബൈ 3. 87/3 is 29. അപ്പൊ 29 ഇൻറ്റു 10⁻² is 0.29 എന്ന ആൻസർ കിട്ടും. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. 46ാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമായിരുന്നു. ലിമിറ്റിംഗ് റിയേജന്റ് കാണാനുള്ള ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യം. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ. 47. For a ball of mass 198.6 gram to be located with 0.1 angstrom, what will be the minimum uncertainty in velocity? അപ്പൊ ചോദ്യം വളരെ ക്ലിയർ ആണ്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് കാണേണ്ടത്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് കാണേണ്ടത്. റെഡി അല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, മാസ് തന്നിട്ടുണ്ട്, പക്ഷെ ഗ്രാമിലാണ്, കിലോഗ്രാമിലേക്ക് മാറ്റണം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എടുക്കുമ്പോഴെല്ലാം നമ്മൾ മാസിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം കേട്ടോ. ഓക്കെ. ലൊക്കേറ്റഡ് വിത്തിൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത് പൊസിഷന്റെ അൺസർട്ടനിറ്റി ആണ്. 0.1 എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണല്ലോ. പക്ഷെ അത് ആംസ്ട്രമിലാണ്. ആംസ്ട്രമിൽ എടുക്കരുത്. നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം മക്കളെ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.1 ഇൻറ്റു 10⁻⁻10 മീറ്റർ. കിലോഗ്രാമും മീറ്റർ ഒക്കെ എടുക്കാവുള്ളേ. ഓക്കെ. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ആണ് ചോദ്യം. അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻35 ആയിട്ട് എടുക്കണമെന്ന് തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. h/4π നിങ്ങൾ ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, പകരം അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച വാല്യൂ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. 5.25 ഇൻറ്റു 10⁻35. ഓക്കെ. നമുക്ക് വേണ്ടത് ഡെൽറ്റ വി ആണല്ലോ. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻35 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 5.25 ഇൻറ്റു 10⁻35 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എത്രയാ? 0.1 ഇൻറ്റു 10⁻10 ഇൻറ്റു മാസ് എത്രയാ? 198.6 ഇൻറ്റു 10⁻3. റെഡി അല്ലേ മക്കളെ? അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ 5.25നെ 525 എന്ന് എടുക്കാം. അപ്പൊ 10⁻37 ആയിട്ട് മാറും ഡിവൈഡഡ് ബൈ 0.1നെ 1 എന്ന് എടുക്കുമ്പോൾ 1 ഇൻറ്റു 10⁻10 ആവും ഇൻറ്റു 198 ആയിട്ട് എടുക്കാം. നമുക്ക് ഇവനെ 198.6നെ 198 ആയിട്ട് എടുക്കാം ഇൻറ്റു 3. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ രണ്ടിലും എന്ത് പോകും? 3 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 198ൽ 66 ടൈംസ് ആണ് 3 എങ്കിൽ 525ൽ അത്
175 ആണ്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 175/66 ചെയ്താൽ മതി. 175/66 ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. എത്രയാടാ? 2.6 ഇൻറ്റു 10 to the power. നോക്കിയാടാ മക്കളെ, 10 to the power. ഇത് -3 ആണേ, +3 അല്ല -3 ആണ് കേട്ടോ. -11ഉം -3യും കൂട്ടിയാൽ -14. -14ഉം -37ഉം ക്യാൻസൽ ആയാൽ എത്രയാ മക്കളെ ബാക്കി വരിക? 14 അല്ലേ? സോ -23 ബാക്കി വരും. -23 2.6 ഇൻറ്റു -23. ഇത് പക്ഷേ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾ ചോദ്യം നോക്കണേ. മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 10ന്റെ പവർ -18 വരണ്ടേ. അപ്പോൾ ഇതല്ല ആൻസർ എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ -21 വരണ്ടേ, അതുമല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡിലുള്ള ഈ വാല്യൂവിനെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. മക്കളെ, മീറ്ററിലുള്ള വാല്യൂവിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 ആണല്ലോ. അപ്പോൾ -23 മാറിയിട്ട് എന്താവും? -21 ആകും. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഉണ്ട് സാർ. ഓപ്ഷൻ 3 ഈസ് എ റൈറ്റ് ആൻസർ. ഈ ചോദ്യം വളരെ കെയർഫുള്ളായി ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ആൻസർ മാറിപ്പോകും. കാരണം മീറ്റർ പെർ സെക്കൻഡിലും അതേ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. പിന്നെ സെക്ഷൻ ബി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഏത് ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്തിട്ട് പോകാമായിരുന്നു. ഓക്കെ, നമുക്ക് 48 സ്റ്റേറ്റ്മെന്റ് ആണ്. 27 gram of aluminium will have 6.02 into 10⁻23 atoms and carbon 12 gram carbon also have the same number of atoms. മക്കളെ, 12 എന്ന് പറയുന്ന കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ്. 27 എന്ന് പറയുന്ന അലൂമിനിയത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഒരു എലമെന്റ് അവന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. വളരെ വളരെ ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണെന്ന് മാത്രമല്ല മക്കളെ, സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. റെഡിയല്ലേ? ഇത് രണ്ടും ശരിയാണെന്ന് മാത്രമല്ല, ഈ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. റെഡി? യെസ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. 49 ചോദ്യം നമ്പർ 49 അസേഷൻ റീസൺ ആണ്. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇസ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത് കറക്റ്റാണ്. കാരണം ഒരു ഇലക്ട്രോണിന്റെ എനർജി തീരുമാനിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് എൻ വാല്യൂവിനാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂവിനാണ്. ഓക്കെ, നമുക്കറിയാലോ അത്. എനർജി ഓഫ് ഇലക്ട്രോൺ നമുക്ക് ഓർമ്മയുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ മക്കളെ. എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു R ഇൻറ്റു Z²/n². നമുക്ക് ഓർമ്മയുണ്ട്, Z²/n². അപ്പൊ എൻ വാല്യൂ ആണ് തീരുമാനിക്കുന്നത്, മൈനസ് ആണേ, മൈനസ് എൻ വാല്യൂ ആണ് തീരുമാനിക്കുന്നത് എനർജി എത്രയാവണം. അത് ശരിയാണ്. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് -13.6. അതും കറക്റ്റാ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കിത് വളരെയധികം അറിയാവുന്ന കാര്യമാണ് അല്ലേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n = 1 ആണല്ലോ. യെസ്, n = 1 ആണ്. അപ്പൊ E1 = മക്കളെ ഇലക്ട്രോൺ വോൾട്ടിലല്ലേ. അപ്പൊ നമ്മൾ R പകരം 13.6 ആണല്ലോ എടുക്കുക. ഇൻറ്റു ഹൈഡ്രജൻ ആണ് 1² n is 1. സോ E1 = -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നാണല്ലോ കിട്ടുക. അതും ശരിയാ. പക്ഷേ റീസൺ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ റീസൺ എന്തല്ല? അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ഈസ് എ റൈറ്റ് ആൻസർ. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ഓക്കെ, 49 ചോദ്യങ്ങൾ കഴിഞ്ഞു മക്കളെ. 50ാമത്തെ ചോദ്യം, പരീക്ഷയുടെ അവസാന ചോദ്യം. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഈസ് ട്വൈസ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ട്വൈസ് ഡെൽറ്റ പി ആണെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്രയാ, ഡെൽറ്റ വി എത്രയാന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം മക്കളെ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h/4π. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഡെൽറ്റ എക്സിന് പകരം 2 ഡെൽറ്റ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h/4π. അതായത് 2 ഇൻറ്റു ഡെൽറ്റ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു h/4π. റെഡി അല്ലേ മക്കളെ? ഇത്രയും ഇത് നിങ്ങൾ നോക്കിയേ. അതായത് മക്കളെ 2 ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ m ഇൻറ്റു ഡെൽറ്റ വി ആണല്ലോ.
സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π. അതായത് 2 ഇൻറ്റു എം സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ വി സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് ബൈ 4π. അതായത് മക്കളെ ഡെൽറ്റ വി ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ഡെൽറ്റ വി സ്ക്വയർ അവിടെ നിർത്തി ബാക്കിയുള്ളതിനെ ആർ എച്ച് എസിലേക്ക് എടുത്താൽ ഡെൽറ്റ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2m സ്ക്വയർ 4π. റെഡി അല്ലേ? ഡെൽറ്റ വി കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. എച്ച് ബൈ 2m സ്ക്വയർ 4πയുടെ സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പോൾ മക്കളെ നിങ്ങൾ ആലോചിക്കണേ, 1/2ന്റെ സ്ക്വയർ റൂട്ട് 1/√2 ആണ്. 1/4ന്റെ സ്ക്വയർ റൂട്ട് 1/2 ആണ്. 1/4ന്റെ സ്ക്വയർ റൂട്ട് 1/2 ആണ്. 1/2ന്റെ സ്ക്വയർ റൂട്ട് 1/√2 ആണ്. എം സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എം ആണ്. എക്സ്ക്യൂസ് മീ. എം സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് നോക്കാം. 4ന്റെ സ്ക്വയർ റൂട്ട് 2, 2ന്റെ സ്ക്വയർ റൂട്ട് √2, എം സ്ക്വയറിന്റെ എം അത് അത്രയും പുറത്തേക്ക് എടുത്താൽ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് ബൈ പൈ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ദെർഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളെ, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 50 ചോദ്യങ്ങൾ. സോ അടിപൊളിയായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്നറിയാം. ഇനി സപ്പോസ് മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചൊരു മാർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നമുക്ക് പറ്റിയ പിഴവുകൾ എവിടേക്കാണെന്നും എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായൊരു ഐഡിയ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. പിഴവുകൾ തിരുത്തി ഒന്നുകൂടി പ്ലാൻ ചെയ്ത് നമുക്ക് അടുത്ത GABക്ക് വേണ്ടി തയ്യാറാകാം. ആരും സങ്കടപ്പെടേണ്ട. ഇനി നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയ ആളുകളാണെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യണം? ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷയിൽ നമ്മൾ ഒന്നുകൂടി ഇമ്പ്രൂവ്ഡ് ആകണം. കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറണം. അപ്പോൾ ഗംഭീരമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.